ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد صلى الله عليه وسلم وآله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരങ്ങളെ, മുനികളെ, കഴിഞ്ഞ ആഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വം അത് ഉൾക്കൊള്ളുന്ന ഓരോ മുസ്ലിമും അവന്റെ അഖീദയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ ശ്രദ്ധിക്കേണ്ടുന്ന സുപ്രധാനമായ ചില കാര്യങ്ങൾ, പാഠങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. അല്ലാഹുവിനെ കൽപ്പിക്കേണ്ടുന്ന ഗൗരവം, ഗാംഭീര്യം, മഹത്വം അവർ വേണ്ട വിധത്തിൽ കൈക്കൊണ്ടിട്ടില്ല. അവനാകട്ടെ വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി. ആകാശങ്ങളാകട്ടെ അവനവന്റെ വലതു കൈയിൽ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുന്നു. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലുപ്പം, അവന്റെ മഹത്വം, അവന്റെ ഗാംഭീര്യം വ്യക്തമാക്കുന്ന ആയത്താണിത്. പണ്ഡിതന്മാരിൽ ചിലർ ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ അല്ലദീ അദമതുഹു ലാ യുഹീതു ബിഹാ അഖ്ലുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വം, അവന്റെ വലുപ്പം എന്നാൽ ഒരു ബുദ്ധിക്കും അത് വിഭാവനം ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ, അവന്റെ വലുപ്പത്തെ ഒന്ന് സങ്കല്പിക്കാൻ, അതിനെ ഭാവനയിൽ കൊണ്ടുവരാൻ ഒരു മനുഷ്യബുദ്ധിക്കും സാധിക്കുകയില്ല. ഫഹുവ റബ്ബുൽ ആലമീൻ. അവൻ ലോകരുടെ റബ്ബാണ്. റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ വറബ്ബുൽ അർശിൽ അദീം. ആകാശഭൂമികളുടെ റബ്ബ്, അവക്കിടയിലുള്ള സകല സൃഷ്ടികളുടെയും റബ്ബ്, മഹത്തായ അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുപ്പമുള്ള അവന്റെ സിംഹാസനമാകുന്ന അർശിന്റെ റബ്ബ്, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബ്, റബ്ബുന്നാസ്, മനുഷ്യരുടെ റബ്ബ്, മലിക്കുന്നാസ്, മനുഷ്യരുടെ രക്ഷാധികാരി, രാജാവ്, ഉടമസ്ഥൻ, ഇലാഹുന്നാസ്, അവരുടെ ആരാധ്യൻ, ഇലാഹ്, ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ്, എല്ലാവരും കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന പരാശ്രയമുക്തൻ, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ, എല്ലാവരും ആശ്രയിക്കുന്നവൻ. ഹുവ മാലികുൽ മുൽക്ക്. സകല രാജാക്കന്മാരുടെയും രാജാധിപനായ, രാജാക്കന്മാരുടെ രാജാവായ പരമാധികാരി. ഇങ്ങനെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എത്രയാണ്. അവന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഓടിവരുന്നത് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. വമാ ബൈനഹുമാ വമാ ബൈനഹുമാ വമാ തഹ്ത സറ. അവക്കിടയിലുള്ളതിന്റെയും ഇനി ഭൂമിക്കടിയിൽ എന്തെങ്കിലും ഉണ്ടോ അതിന്റെയുമെല്ലാം ഉടമസ്ഥൻ അവൻ മാത്രമാണ്. അതാഉഹു മുൻഹമിറുൻ യദ്ഹു മൽആയ് ലാ തഗീദുഹു നഫഖ. അവന്റെ ഔദാര്യം, അവന്റെ കനിവ്
അതിനറ്റമില്ല, അതിനു പരിധിയില്ല. അവന്റെ ഖജനാവുകൾ നിറഞ്ഞു തുളുമ്പിയിരിക്കുകയാണ്. അവന്റെ ഔദാര്യത്തിന്റെ കരങ്ങൾ എത്ര ചെലവഴിച്ചാലും അതിന് നഷ്ടം സംഭവിക്കുകയില്ല. സഹാഉൽ ലൈലി വന്നഹാർ, രാവും പകലും അവൻ സുഭിക്ഷമായി ചെലവഴിക്കുന്നു. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഭൂമിയിലാകട്ടെ ആകാശത്തിലാകട്ടെ ഏതൊരു ജീവജാലമുണ്ടോ, സൃഷ്ടിയുണ്ടോ, അവയുടെ എല്ലാം കുടുമ, മൂർധാവ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അവനാണ് അവയെ നിയന്ത്രിക്കുന്നത്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. അതെ, എന്റെ റബ്ബ് അവൻ വ്യക്തമായ മാർഗത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, അവൻ അറിയിച്ചതിനെക്കുറിച്ച്, അവന്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അവന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് ലവലേശം പോലും തെറ്റിദ്ധാരണയോ മോശമായ വിചാരണയോ നാം വെച്ചു പുലർത്താൻ പാടില്ല. കുല്ലുൽ ഇബാദി ളാല്ലുൻ ഇല്ലാ മൻ ഹദാഹ്. അള്ളാഹുവിന്റെ അടിയാറുകൾ, അവന്റെ അടിമകൾ എല്ലാവരും വഴിയേടിലാണ്. ഇല്ലാ മൻ ഹദാ, അവൻ ഹിദായത്ത് നൽകി കനിഞ്ഞവരല്ലാതെ, അവൻ തെരഞ്ഞെടുത്ത് അവന്റെ സത്യദീനിന്റെ പ്രകാശം നെഞ്ചകത്ത് കൊത്തിവെച്ചവരല്ലാതെ, അള്ളാഹു ഇട്ടുകൊടുക്കുന്ന ഈമാനിന്റെ പ്രകാശം അള്ളാഹു ഹിദായത്തിലാക്കിയവർക്കല്ലാതെ ലഭിക്കുകയില്ല. അതല്ലാത്തവരെല്ലാം വഴികേടിലാണ്, ഇരുട്ടിലാണ്, അന്ധകാരത്തിലാണ്. ജാഇഉൻ ഇല്ലാ മൻ അത്അമഹു. അള്ളാഹുവിന്റെ അടിമകൾ ആരൊക്കെയുണ്ടോ എല്ലാവരും ദരിദ്രരാണ്, വിശക്കുന്നവരാണ്. ഇല്ലാ മൻ അത്അമഹു, അവൻ ഭക്ഷിപ്പിച്ചവരല്ലാതെ, അവൻ വിഭവങ്ങൾ നൽകിയവരല്ലാതെ. ആരിൻ ഇല്ലാ മൻ കസാഹു, അവൻ വസ്ത്രം ധരിപ്പിച്ചവരല്ലാത്തവരെല്ലാം നഗ്നരാണ്, വിവസ്ത്രരാണ്. ലാ യബ്ലുഗുൽ ഇബാദു ദർറുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉപദ്രവിക്കാൻ സൃഷ്ടികൾ ആരെങ്കിലും ഒരുമിച്ച് ചേർന്നാൽ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പടപ്പുകൾ എല്ലാവരും അവർ ദ്രോഹം ചെയ്താൽ, അക്രമം ചെയ്താൽ, അനീതി പ്രവർത്തിച്ചാൽ, പാപങ്ങളിൽ മുഴുകിയാൽ അള്ളാഹുവിന് യാതൊരു ദോഷവുമില്ല. സൃഷ്ടികളുടെ തോന്നിവാസം അവനെ ഉപദ്രവിക്കുന്നില്ല, അവനൊരു നഷ്ടവും സംഭവിപ്പിക്കുന്നില്ല. വലാ യബ്ലുഗൂന നഫ്ഉഹു. ഇനി അവർ എല്ലാവരും നന്നായി നന്മ ചെയ്ത് ഉപകാരപ്രദമായ ജീവിതം നയിച്ചാലും അള്ളാഹുവിന് എന്തെങ്കിലും അവന്റെ രാജാധിപത്യത്തിൽ നിന്ന്, അവന്റെ അധികാരത്തിൽ നിന്ന് എന്തെങ്കിലും വർദ്ധിക്കുമോ? അവനൊന്നും വർദ്ധിക്കുന്നുമില്ല. ഹുവല്ലദി അബ്ഹക വ അബ്ക. അവനാണ് ചിരിപ്പിക്കുന്നവൻ, അവനാണ് കരയിപ്പിക്കുന്നവൻ. വഅഗ്നാ വഅഖ്നാ. അവനാണ് ഐശ്വര്യം നൽകുന്നവൻ, അവനാണ് ധന്യത നൽകുന്നവൻ, അവനാണ് സംതൃപ്തി നൽകുന്നവൻ. ലാ യനാമു വലാ യംബഗി ലഹു അയ്യനാം. അവൻ ഉറങ്ങുന്നവനല്ല, അവനൊരു മയക്കം പോലും ബാധിക്കുന്നില്ല, അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ അതിന്റെ ആവശ്യമില്ല. യഖ്ഫദുൽ ഖിസ്ത വയർഫഉ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നീതിയുടെ തുലാസ് സ്ഥാപിച്ചിട്ടുള്ളത്, നീതിയെ ഉയർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. യുർഫഉ ഇലൈഹി അമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ. അവനിലേക്കാണ് പകലിലെ പ്രവർത്തനങ്ങൾ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ഉയർന്നു പോകുന്നത്. വൈകുന്നേരത്തെ പ്രവർത്തനങ്ങൾ പകലാകുമ്പോഴത്തേക്ക് അവനിലേക്കാണ് ഉയർന്നു പോകുന്നത്. അവനാണത് സ്വീകരിക്കുന്നത്, അവനാണതിനെ പരിഗണിക്കുന്നത്. ഹിജാബുഹുൻ നൂർ. അവന്റെ മറ പ്രകാശമാണ്. ലൗ കശഫഹു ലഅഹ്റഖത് സുബ്ഹാതു വജ്ഹഹു മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖി. അതെങ്ങാനും അവൻ വെളിപ്പെടുത്തുകയാണെങ്കിൽ, അള്ളാഹുവിന് സൃഷ്ടികളുമായിട്ടുള്ള മറയാകുന്ന അവന്റെ പ്രകാശമെങ്ങാനും അള്ളാഹു വെളിപ്പെടുത്തുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖത്തിന്റെ പ്രകാശം എത്തുന്നിടത്തോളം നമ്മുടെ സൃഷ്ടികളുടേതായ എന്തുണ്ടോ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ എന്തുണ്ടോ, അതെല്ലാം കരിഞ്ഞു പോകും. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഗാംഭീര്യം, അതിന്റെ തീവ്രത, അതിന്റെ തിളക്കം ഉൾക്കൊള്ളാവാനാവാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം അത് കരിഞ്ഞു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ അത് പ്രകാശമാണ്. ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറതു, ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറ വലഹുൽ ഹുക്മു ഇലൈഹി തുർജഊൻ. അത് എങ്ങനെയുള്ള നമ്മുടെ റബ്ബിനാകുന്നു സർവസ്തുതിയും. ആഖിറത്തിലും ദുനിയാവിലും ഒരുപോലെ സ്തുത്യർഹൻ അവൻ മാത്രമാകുന്നു. അവനിലേക്കാകുന്നു വിധി തേടി പോകേണ്ടത്, അവനിലേക്കാകുന്നു നമ്മളെല്ലാം മടങ്ങിപ്പോകുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം അത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിച്ച മനോഹരമായ ചില വാചകങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത്, ഞാൻ ഒന്നുകൂടി ഓടിച്ചാവർത്തിക്കുകയാണ്, നമ്മുടെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ 4 വിശ്വാസങ്ങൾ വേണം. എന്തൊക്കെയായിരുന്നു അത്? നമ്മൾ പഠിച്ചത് മുറാജ ചെയ്യണം ഒരാഴ്ചയും. നമ്മൾ കേൾക്കുന്നു. ഞാൻ തുടക്കത്തിൽ ഞാനിവിടെ വന്ന ആദ്യ ദർസിൽ സൂചിപ്പിച്ചിരുന്നു, സാധിക്കുന്നവർ എഴുതിയെടുക്കണം, അത് കുറിച്ചു വെക്കണം, ഹിഫ്ളാക്കണം, എന്നാലേ നമ്മുടെ അമലുണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ പറയിപ്പിച്ചാലോ? നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും എണ്ണി പറയിപ്പിച്ചാലോ? അഖീദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം എങ്ങനെയാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം ഫള്. അഖീദയിൽ 4 കാര്യങ്ങൾ ക്രമം തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ അഖീദയിൽ അല്ലാഹുവിന്റെ മഹത്വം എങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോയിന്റ്സ് ആണ്. ഞാൻ ക്ലാസ്സൊക്കെ നിർത്തൂട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ അളീമാണെന്ന് വിശ്വസിക്കണം. അൽ അളീം എന്നത് അല്ലാഹുവിന്റെ നാമമാണ്. അളമത്ത് എന്നത് അല്ലാഹുവിന്റെ സിഫത്താണ്. അല്ലാഹു മഹാനാണ്, അവൻ മഹത്വമുടയവനാണ്. അപ്പൊ ഒരു നിലക്കും അവന്റെ അസ്മാഇലോ അവന്റെ സിഫാത്തിലോ അവന്റെ കലാമിലോ അവന്റെ അഫ്ആലിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊന്നും അവന് യാതൊരു ന്യൂനതയും കുറവുമില്ല. അവന് പരിപൂർണനാണ്. മഹത്വം, മഹാൻ എന്നത് അവന്റെ പേരും വിശേഷണമാണ്. പൂർണ്ണതയുടെ അങ്ങേയറ്റമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. രണ്ടാമത്തത് നേരെതിര്, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കാത്ത എന്തെങ്കിലും കുറവോ ന്യൂനതയോ മോശമായ കാര്യങ്ങളോ അള്ളാഹുലേക്ക് ചേർത്തി പറയാനോ ചിന്തിക്കാനോ പരാമർശിക്കാനോ പാടുകയില്ല. അള്ളാഹുവിന് യാതൊരു കുറവും ന്യൂനതയോ ഇല്ല. മൂന്നാമത്തെ കാര്യം, ഇതാണ് അള്ളാഹുവിന്റെ മഹത്വമെങ്കിൽ അതിനോടവന് ഒരു പങ്കാളിയുമില്ല, അവന് മുഷാറക്കത്തില്ല, അവന്റെ മഹത്വത്തിനോട് കിടപിടിക്കുന്ന ഒരാളുമില്ല. നാലാമത്തത്, ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ മഹത്വമെങ്കിൽ ആ മഹത്വത്തിന് മുമ്പിൽ നമ്മൾ കീഴൊതുങ്ങണം. അവന്റെ വലുപ്പത്തിന് മുമ്പിൽ നമ്മുടെ കൽബ് അടിയറവ് വെക്കണം. നമ്മൾ വിനയാനിതരാകണം. അവനെ സദാ ഓർക്കണം, അവനെ മറക്കരുത്. അവന് നന്ദി ചെയ്യണം, അവന് നന്ദികേട് കാണിക്കരുത്. നമ്മുടെ കൽബിൽ നാം നന്ദിയുള്ളവനാകണം, നന്ദികേടിന്റെ വക്താക്കളാകരുത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വം നാവിൽ പ്രതിഫലിക്കേണ്ടത് എങ്ങനെയാണ്? രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ദർസ് കേൾക്കുന്ന കാര്യം, പഠിക്കുന്ന കാര്യം മുറാജ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരാഴ്ച പിന്നിടുമ്പോഴത്തേക്ക് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ എങ്ങനെ നമ്മൾ അമല് വരിക? ചില്ലറ കാര്യമില്ല. നമ്മൾ ക്ലാസ്സുകൾ ഒരുപാട് കേൾക്കുന്നുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ നമ്മളത് പരമാവധി ഹിഫ്ളാക്കി മുറാജ ചെയ്ത് ഓർമ്മ പുതുക്കി അമൽ കൊണ്ടുവരണം. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അവ്വലുൽ ഇൽമി അന്നിയ്യ, ഇൽമിന്റെ ആദ്യ പടി എന്ന് പറഞ്ഞാൽ നല്ല നിയ്യത്തുണ്ടായിരിക്കണം എന്നതാണ്. അള്ളാഹുവിന് വേണ്ടി അവന്റെ ദീൻ എനിക്ക് അമലാക്കാൻ, അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ച് അവന്റെ സ്വർഗം മോഹിച്ച് എനിക്ക് അള്ളാഹു നിർബന്ധമാക്കിയ പഠനമാണ് എന്ന ചിന്തയോടെ നമ്മൾ പഠിക്കണം. നമ്മുടെ വിവരക്കേട് നീങ്ങാൻ, നമുക്ക് അമൽ ചെയ്യാൻ, നമുക്കതുമായി സ്വർഗത്തിലെത്താൻ, നമ്മൾ പഠിച്ച അമൽ ചെയ്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, ഇങ്ങനെ ഒരുപാട് നല്ല നിയത്തുകൾ ദീൻ പഠിപ്പിക്കുമ്പോൾ നമുക്ക് മുന്നിൽ വെക്കാം. ഇങ്ങനെ നല്ല നിയത്തോടുകൂടി നമ്മൾ വരണം. 2, സുമ്മൽ ഇസ്തിമാ, അത് ശ്രദ്ധിച്ച് കേൾക്കണം, സാഗൂതം കേൾക്കണം. സ്വഹാബികൾ എങ്ങനെ കേട്ടിരുന്നു? തലയിൽ പക്ഷി വന്നിരുന്നാൽ പാറിപ്പോകാതിരിക്കാൻ എങ്ങനെ ശ്രദ്ധിക്കും അതുപോലെ. 3, സുമ്മൽ ഫഹം, ശ്രദ്ധിച്ച് കേൾക്കുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കണം, അൽ ഫഹം. 4, സ്വഹാബികൾ അവരുടെ രീതി റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് നിയ്യത്ത് നന്നാക്കി ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കിയ കാര്യം അവരങ്ങനെ മനപ്പാടാക്കും, അൽ ഹിഫ്ള്. അവരങ്ങനെ ഹൃദിസ്ഥമാക്കും. നമുക്കതിന് സാധിക്കുമോ?
ഈ സദസ്സിൽ നമ്മൾ പറയുന്നതൊക്കെ സദസ്സ് പിരിയുമ്പോഴത്തേക്ക് നമുക്ക് മനപ്പാടാക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഒന്ന്, നമ്മുടെ ശ്രദ്ധ എങ്ങനെയാണ്? നമ്മൾ സഹാബികളെ പോലെയല്ല. രണ്ട്, നമ്മുടെ കൽബും സഹാബികളുടെ കൽബും തമ്മിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അവരുടെ കൽബ് വെട്ടിത്തിളങ്ങുന്ന കൽബായിരുന്നു. നമ്മുടെ കൽബിൽ വേറെ പലതും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എത്രത്തോളം ദീനല്ലാത്ത നമ്മളെ കൽബിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ അത്രത്തോളം ദീനിന്റെ കൽബിൽ സ്ഥാനം കുറയും. അപ്പോ കേൾക്കുമ്പോഴത്തേക്ക് മനപ്പാടാക്കാൻ സാധിക്കാത്തവരാണ് നമ്മൾ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ, ആ ന്യൂനത നമുക്കുള്ളത് കൊണ്ട് തന്നെ, അതുള്ളപ്പോൾ തന്നെ നമ്മൾ എഴുതും കൂടി ചെയ്തില്ലെങ്കിലോ, എഴുതിയെടുക്കും കൂടി ചെയ്തിട്ടില്ലെങ്കിലോ, വീട്ടിൽ പോയി നമ്മൾ ഓഡിയോ കേട്ടിട്ട് എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടെങ്കിൽ ഹൈർ. എഴുതിയെടുക്കുക പോലും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഹിഫ്ളാക്കുക? ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഹിഫ്ളാക്കണം, മനപ്പാടാക്കണം. അതാണ്. അപ്പൊ പണ്ഡിതന്മാരിൽ ചിലർ, ആധുനികരായ ചിലർ പറഞ്ഞു, അപ്പൊ നിങ്ങൾ മനപ്പാടമാക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി വെക്കണം അൽ കിതാബ്, പിന്നെ സുമ്മൽ ഹിഫ്ള്, പിന്നെ അത് മനപ്പാടമാക്കണം. എങ്കിൽ എന്ത് സംഭവിക്കും? സുമ്മൽ അമൽ, അത് നിങ്ങളുടെ അമലിൽ വരും. നിങ്ങളുടെ പ്രവർത്തനം നമ്മൾ എത്രയോ കേൾക്കുന്നു, എന്താണ് നമ്മുടെ അമലിൽ വരാത്തത്? നമ്മൾ ഇങ്ങനെ പഠിക്കുന്നില്ല എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്നും നമ്മുടെ ദിനേനയുള്ള നിസ്കാരങ്ങളിൽ ഓതുന്ന സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു ആയത്ത് നമുക്ക് ഹിഫ്ളില്ലാത്തുണ്ടോ? ഉണ്ടോ? നമ്മൾ പഠിക്കാത്ത, നമുക്ക് ഹിഫ്ളില്ലാത്ത, നമുക്ക് അറിയാത്തൊരു സൂറത്ത് നമ്മൾ ഓതുന്നില്ല, ഒരായത്ത് പോലും ഓതുന്നില്ല. ഉണ്ടോ? ഹിഫ്ളിന് നമ്മുടെ അമലിൽ സ്വാധീനമുണ്ട് എന്നത് ചില്ലറ വിഷയമല്ല. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ദിക്റുകൾ, ചൊല്ലുന്ന ദിക്റുകൾ, ദുആകൾ, എന്ന് പിന്നെ മൊബൈൽ ആപ്പും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും എടുക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ദിനചര്യ പോലെ നമുക്ക് അമലിൽ പ്രകടമാകണമെങ്കിൽ ഹിഫ്ള് വേണം. നമുക്കറിയാത്ത, നമുക്ക് വിവരമില്ലാത്ത ഏതെങ്കിലും കാര്യം നമ്മൾ അമലായി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നമുക്കറിയാത്ത നമ്മൾ ചെയ്യൂല. മനുഷ്യൻ അവന്റെ അറിവില്ലാത്തതിന്റെ ശത്രുവായിരിക്കും. അതുകൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനപ്പാടമാക്കണം, എഴുതിയെടുത്ത് പരമാവധി നമ്മൾ ഹിഫ്ളാക്കണം. എങ്കിൽ നമ്മുടെ അമലിൽ അത് സ്വാധീനിക്കും. ഇങ്ങനെ പഠിക്കുന്ന സാധനമാണ് അന്നശ്ർ, സുമ്മന്നശ്ർ, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്, ദഅവത്ത് ചെയ്യേണ്ടത്. അങ്ങനെ ദഅവത്ത് ചെയ്താൽ അതിന് വലിയ ആൾക്കൂട്ടവും അംഗബലവും സെറ്റപ്പും ഒന്നും വേണ്ടതില്ല. ഒറ്റക്കാണെങ്കിലും അതിന് അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാവും. അതാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ, ഇങ്ങനെ തുടങ്ങി ചരിത്രത്തിൽ നാം എണ്ണുന്ന മഹാന്മാരായ ഉലമാക്കളുടെയും മുജദ്ദിദുകളുടെയും അഇമ്മത്തിന്റെയും ദഅവത്തിന്റെ അത്ഭുതകരമായ വിപ്ലവങ്ങൾ ഈ രൂപത്തിൽ അവർ ദഅവത്ത് ചെയ്തുകൊണ്ടായിരുന്നു. ഇങ്ങനെ പഠിച്ച് നമ്മൾ ദഅവത്ത് ചെയ്താൽ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ നാടുകളിലും സമൂഹങ്ങളിലും ഉണ്ടാകും ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഈ ആഴ്ച നമുക്ക് ഓർമ്മയില്ല എങ്കിൽ പിന്നെ അത് എന്നാ നമുക്ക് ഓർമ്മ ഉണ്ടാവുക? മരിക്കണവരെ നമുക്ക് ഓർമ്മ ഉണ്ടാവുക? ഒരാഴ്ചത്തേക്ക് ആ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ, ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞില്ല, നമ്മൾ ഇത് പറയുന്ന എനിക്കും ബാധകമാണ്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന കാര്യം ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലോ, എനിക്ക് ഹിഫ്ളില്ലെങ്കിലോ, ഞാൻ അമലാക്കിയിട്ടില്ലെങ്കിലോ, നിങ്ങളെക്കാൾ ഗുരുതരമായ പാപമായിരിക്കും ഞാൻ ചെയ്യുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പഠിച്ചത് അമൽ ചെയ്യാനും അതിലായി ജീവിക്കാനും മരിക്കാനും അള്ളാഹുവിനെ കണ്ടുമുട്ടാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നാവിൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ അളമത്ത് പ്രകടമാകേണ്ടത്? അഖീദയിൽ എങ്ങനെ ഇനി മറക്കുവോ? ഒന്ന്, ഒരാൾ പറഞ്ഞ, ഞാൻ പേര് വിളിക്കില്ലേ. ഒന്നാമത്തെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അളീമാണ്, അവന്റെ സിഫത്ത് അളമത്താണ്. അതുകൊണ്ട് അള്ളാഹു മഹാനാണ്, അവൻ മഹത്വമുടയവനാണെന്ന് പറഞ്ഞ് അവന് യാതൊരു കുറവില്ല, ന്യൂനതയുമില്ല. അവൻ എല്ലാ ഗുണഗണങ്ങളിലും സമ്പൂർണനാണ്, അതിന്റെ ഏറ്റവും പാരമ്യതയിലാണ്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അവന്റെ മഹത്വത്തിന് യോജിക്കുന്നതല്ല എന്തെങ്കിലും കുറവുണ്ടാകുക, ന്യൂനതയുണ്ടാകുക, മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന ദോഷങ്ങളോ മോശമായ വിശേഷണങ്ങളോ അള്ളാഹുവിന് യാതൊരു നിലക്കും സൃഷ്ടികൾക്ക് ബാധകമാകുന്ന ഒന്നും അവനെ ബാധിക്കുകയില്ല. കാരണം അവൻ അവരെക്കാളെല്ലാം മഹാനാണ്, ഉന്നതനാണ്. മൂന്നാമത്തേത്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അളമത്തിൽ പങ്കാളിയാകുന്ന ആരുമില്ല ഒരു നിലക്കും. നാലാമത്തേത്, എങ്കിൽ അള്ളാഹുവിന്റെ ഈ മഹത്വത്തിന് നമ്മൾ കീഴൊതുങ്ങണം. നമ്മുടെ കൽബ് അതിനു മുമ്പിൽ അടിയറു വെക്കണം. നമ്മൾ അവനെ സദാ ഓർക്കണം, അവന് നന്ദികേട് ചെയ്യാൻ പാടില്ല. നാവിൽ
എങ്ങനെയാണ് അള്ളാഹുവിന്റെ അളമത്ത് പ്രകടമാകുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹംദും തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും, അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെ നാവിലൂടെ പ്രകടമാകുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നിത്യജീവിതത്തിൽ നമ്മളെ ദിക്റുകൾ, ദുആകൾ. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദിനചര്യയായി കൊണ്ട് നടക്കുക. നാവിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ, അവന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന അദ്കാറുകൾ, ദുആകൾ അതർത്ഥമറിഞ്ഞ ആശയം ഉൾക്കൊണ്ട് നിർവഹിക്കുക. അതാണ് നാവ് കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന രൂപം. മൂന്നാമത്തെ ഭാഗം, അവയവങ്ങളിലൂടെ, നമ്മുടെ അമലുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം നമ്മൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആകത്തുക തഖ്വ അനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് അവന്റെ വിലക്കുകൾ ഒഴിവാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്ന് ജീവിക്കുക എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട 10 ഉദാഹരണങ്ങൾ, നമ്മുടെ അമലിൽ അള്ളാഹുവിന്റെ മഹത്വം പ്രകടമാകേണ്ടുന്ന 10 ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതിലൊന്നാമത്തേത് എന്തായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൗഹീദ് കൊണ്ട് കീഴുതുങ്ങുന്നവരാവുക. ഒരു നിലക്കും നമ്മുടെ അവയവങ്ങളുടെ പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്നതോ ഉള്ളിൽ നമ്മുടെ കൽബിന്റെ അമലായി ഭയം, തവക്കുൽ, പ്രതീക്ഷ, അതുപോലെ തന്നെ മഹബ്ബത്ത്, സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം, തവക്കുൽ, ഇങ്ങനെ ഉള്ളുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഇബാദത്തുകളാകട്ടെ അത് കൽബിന്റെ അമലുകളാണ്. അമൽ എന്ന് പറഞ്ഞാൽ 2 വിധമുണ്ട്. ജവാരിഹകളിലൂടെ നമ്മുടെ ശരീര അവയവങ്ങളിലൂടെ പ്രകടമാകുന്ന പുറമേക്കൊരാൾക്ക് നിസ്കരിച്ചാൽ കാണാൻ സാധിക്കും. നമ്മൾ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ആളുണ്ടെങ്കിൽ അയാൾ കാണും. ഹജ്ജ് ചെയ്യുന്നു കാണും. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന ആളുകൾ കാണും. അതിന് രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിലും. എന്നാൽ ഉള്ളുകൊണ്ട് നമ്മുടെ കൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന അമലുകളുണ്ട്, ഇബാദത്തുകളുണ്ട്. അതെന്താണ്? ഖൗഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുക, അവന്റെ ശിക്ഷയെ ഭയക്കുക. റജാ, അള്ളാഹുവിന്റെ കൂലിയിൽ പ്രതീക്ഷ അർപ്പിക്കുക, അവന്റെ സ്വർഗം അതിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഇങ്ങനെ ഹൃദയം കൊണ്ട് ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിന് മാത്രം. സ്നേഹം അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരെക്കാളും എന്തിനേക്കാളും അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കിടയിൽ ഇടയാളനെയോ മധ്യവർത്തിയെയോ ശുപാർശകരെയോ സ്വീകരിക്കാതിരിക്കുക. എങ്ങനെ? തൗഹീദ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടികളുമായി ചേർത്തു പറയാൻ പാടില്ല. എപ്പോൾ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാൽ, എന്തെങ്കിലും അപകടങ്ങൾ നമ്മൾ രക്ഷപ്പെട്ടാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടികളുമായി ചേർത്ത് അള്ളാഹുവും അവനും എന്നെ രക്ഷപ്പെടുത്തി, അതല്ല ഇന്നയാളും അള്ളാഹുവും എന്നെ സഹായിച്ചു, അള്ളാഹും ഇന്നയാളും ഉദ്ദേശിച്ചത്, ഇതുപോലെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ചില പുതിയ ആളുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരുള്ളത് കൊണ്ട് ഒന്നുകൂടി ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടികളുമായി ചേർത്ത് പരാമർശിക്കുക പോലും അരുത്. എന്നാൽ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലും ഉണ്ടായാൽ അള്ളാഹുവിന്റെ പേര് പോലും പരാമർശിക്കാതെ അത് തീർത്തും സൃഷ്ടികളിലേക്ക് ഏൽപ്പിക്കുന്നത്, അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുന്നത് എത്ര വലിയ ധിക്കാരമായിരിക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടികളുമായി ചേർത്തുപോലും പരാമർശിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അതിനർഹനല്ല. മാഷാ അല്ലാഹു വശിഅ്ത, റസൂലെ താങ്കളും അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചെന്ന് പറഞ്ഞപ്പോ റസൂൽ നീ അള്ളാഹുവിനോട് എന്നെ സമനാക്കിയോ എന്നാണ് ചോദിച്ചത്. അത് വാക്കിൽ സംഭവിക്കുന്ന ശിർക്കാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതിൽ ആ കൂട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിടിച്ചു മാത്രം സത്യം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വമാണ് നമ്മൾ സത്യം ചെയ്യുമ്പോൾ നമ്മൾ മുന്നിൽ വെക്കുന്നത്, അവനെ സത്യം ചെയ്യുന്നതിലൂടെ. അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്താൽ അതെന്താണ്? ശിർക്കാണ്, വാക്കിൽ സംഭവിക്കുന്ന ശിർക്കാണ്. അതോടൊപ്പം നമ്മൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിഫാത്തുകൾ മുൻനിർത്തി നമുക്ക് സത്യം ചെയ്യാം, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മുൻനിർത്തി നമുക്ക് സത്യം ചെയ്യാം. എങ്ങനെ? ബിഇസ്സത്തില്ലാ, ബിഖുദ്റത്തില്ലാ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ തന്നെ സത്യം. അള്ളാഹുവിന്റെ കലാമിനുള്ള മഹത്വം മുൻനിർത്തി നമുക്ക് സത്യം ചെയ്യാം.
അല്ലാതെ മുസ്ഹഫ് കയ്യിലെടുത്ത് അതിന് മുകളിൽ വെച്ച് സത്യം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു തിരുത്ത്, എന്റെ പ്രയോഗത്തിൽ വന്നൊരു അബദ്ധം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം, അതുപോലെ തന്നെ അവന്റെ സിഫാത്തുകൾ അത് മുൻനിർത്തി സത്യം ചെയ്യാം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷ ചോദിക്കുന്നത് പോലെ അവന്റെ സിഫാത്തുകൾ മുൻനിർത്തി നമുക്ക് രക്ഷ ചോദിക്കാം. അള്ളാഹുവിന്റെ സിഫാത്തുകൾ മുൻനിർത്തി രക്ഷ ചോദിക്കാം. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ സിഫാത്തുകളോട് രക്ഷ ചോദിക്കാം. ഉദാഹരണം പറഞ്ഞു അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത് പോലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മ എന്ന് പറയുന്ന ഇസ്തിആദ, രക്ഷാപ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ സിഫാത്തുകളോട് ചോദിക്കാം എന്ന രൂപത്തിൽ നമ്മൾ സംസാരിച്ചു. സത്യത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ചോദ്യം തന്നെയാണ്. എങ്ങനെ? അള്ളാഹുവിന്റെ സിഫത്തുകളെ വസീലയാക്കി മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കലാണ്. അതല്ലാതെ സിഫാത്തുകളോടുള്ള ചോദ്യമല്ല. പ്രത്യക്ഷത്തിൽ അഊദു ബില്ലാ എന്ന് പറയുന്ന പോലെ അഊദു ബികലിമാത്തില്ലാ എന്ന് നമ്മൾ കാണുമെങ്കിലും ഏറ്റവും സൂക്ഷ്മമായ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ മുൻനിർത്തി അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറയലാണ്. അതിനർത്ഥം പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ മുൻനിർത്തി, അവന്റെ കലിമാത്തുകൾ മുൻനിർത്തി ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അത് തവസ്സുലാണെന്നാണ് പണ്ഡിതന്മാർ ചില സൂചിച്ചു. ഇനി ഒരാള് അള്ളാഹുവിന്റെ സിഫാത്തുകളോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞു, വാക്കാൽ പറഞ്ഞു. പക്ഷെ അവന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനോട് രക്ഷ ചോദിക്കലാണ്. കാരണം ആ സിഫാത്തുകൾ അറിയിക്കുന്ന അള്ളാഹുവിനോട് രക്ഷ ചോദിക്കലാണ്. എങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ സിഫാത്തുകളോട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ വിചാരിക്കുന്ന എന്താണ്? അള്ളാഹു അവന്റെ ദാത്തൊന്ന് വേറെ, സിഫാത്തുകൾ അവനിൽ നിന്ന് വേറിട്ടിട്ടാണ്. സിഫാത്ത് എന്നത് അവന്റെ ദാത്തുമായി ബന്ധപ്പെടാത്ത വേറിട്ടൊരു സംഗതിയാണ്. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ ദാത്തിൽ നിന്ന് അവന്റെ സിഫാത്തുകളെ വേർപ്പെടുത്തുന്ന കുഫ്റിലേക്ക്, ശിർക്കിലേക്ക് എത്തുക പ്രയോഗം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിഫാത്തുകളെ മുൻനിർത്തി ഞാൻ അവനോട് രക്ഷ ചോദിക്കുന്നു എന്നതാണ് നമ്മൾ അതിനർത്ഥം പറയേണ്ടത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ പിടിച്ച് സത്യം ചെയ്യുമ്പോഴോ അള്ളാഹുവിന്റെ അളമത്ത് തന്നെ സത്യം, അള്ളാഹുവിന്റെ ഖുദ്റത്ത് തന്നെ സത്യം, അള്ളാഹുവിന്റെ കലാമ് തന്നെ സത്യം എന്ന് നമുക്ക് പറയാം. അതിന് പ്രശ്നമില്ല. അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അബദ്ധങ്ങൾ അവൻ മാപ്പ് ചെയ്യുമാറാകട്ടെ. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? മൂന്നാമത്തെ രൂപം ഫിഅലിൽ, പ്രവർത്തനത്തിൽ അള്ളാഹുവിന്റെ മഹത്വം പ്രകടമാകുന്ന മൂന്നാമത്തെ രൂപം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുകളിൽ ഒരു സൃഷ്ടിയെയും അനുസരിക്കാതിരിക്കുക. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരാളെയും അനുസരിക്കാതിരിക്കുക. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ ഒരാൾക്കും അനുസരണമില്ല. ആരെക്കാളും നിരുപാധികം അനുസരിക്കപ്പെടേണ്ടവൻ അള്ളാഹുവാണ്. അവന്റെ ഇഷ്ടങ്ങളാണ് നമ്മുടെ ഇഷ്ടങ്ങളാകേണ്ടത്, അവന്റെ വെറുപ്പാണ് നമ്മുടെ വെറുപ്പാകേണ്ടത്. ആരൊക്കെ അതിനെ ഇഷ്ടപ്പെട്ടാലും ശരി, അള്ളാഹു ഇഷ്ടപ്പെട്ടതിന് ആരൊക്കെ വെറുത്താലും ശരി, അള്ളാഹുവിന്റെ ഇഷ്ടത്തെയാണ് നമ്മൾ മുന്നിൽ വെക്കേണ്ടത്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തെരഞ്ഞെടുപ്പിൽ അതൃപ്തി രേഖപ്പെടുത്താതിരിക്കുക. അള്ളാഹുവിന്റെ വിധിയിൽ നീരസവും വെറുപ്പും വെച്ചു പുലർത്താതിരിക്കുക. അത് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന, പ്രകൃതിപരമായി സംഭവിക്കുന്ന, പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന അള്ളാഹുവിന്റെ തീരുമാനങ്ങളാകട്ടെ, ദുരന്തങ്ങൾ, മരണം, അപകടം, രോഗം, ദാരിദ്ര്യം, ഇങ്ങനെ പട്ടിണി, ഇങ്ങനെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന അവന്റെ കൗനിയായ വിധികളാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശർഇന്റെ വിധിവിലക്കുകളാകട്ടെ, ഹറാമ ഹലാലുകൾ. അള്ളാഹു 5 നേരത്തെ നിസ്കാരം വിധിച്ചു. റമദാൻ മാസം ഒരു മാസം, കൊല്ലത്തിൽ ഒരു മാസക്കാലം നോമ്പ് അവ നിർബന്ധമാക്കി. കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണമെന്ന് അള്ളാഹു നിർബന്ധമാക്കി. അള്ളാഹു പലിശ ഹറാമാക്കി. അള്ളാഹു സ്ത്രീകൾക്ക് അന്യപുരുഷയുടെ മുമ്പിൽ അവരുടെ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം നിർബന്ധമാക്കി. പുരുഷന്മാർക്ക് നെരിയാനക്ക് മുകളിൽ വസ്ത്രം ധരിക്കൽ നിർബന്ധമാക്കി. ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ അത് നമ്മൾ ചെയ്യുന്നതാണെങ്കിലും ശരി, കുടുങ്ങി ചെയ്യാണ്, പ്രയാസപ്പെട്ട് ചെയ്യാണ്, ചെയ്യാതെ നിർവാഹമല്ലല്ലോ. അങ്ങനെ ഒരു വെറുപ്പോ നീരസം ഒരു നിലക്കും
അവന്റെ വിധികൾ ഏതാണെങ്കിലും പ്രാപഞ്ചികമാണെങ്കിലും ശർഈ ആണെങ്കിലും വെച്ചു പുലർത്താതിരിക്കുക. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻനിർത്തി ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യം ന്യായമാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ, ആ ചോദിച്ച കാര്യം നമുക്ക് നിറവേറ്റി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം അല്ലാഹുവിനെ മുൻനിർത്തി ചോദിച്ചാൽ അവന്റെ മഹത്വത്തിനെ അംഗീകരിക്കുന്നവർ അത് നിറവേറ്റി കൊടുക്കും. ആറാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടിച്ച് സത്യം ചെയ്ത് ഒരാൾ നമ്മോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ, ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ, ചെയ്യരുത് എന്ന് വിലക്കിയാൽ നമ്മളത് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ചെയ്യുകയും വേണം. നമ്മളത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ മഫ്സദത്ത് ഉണ്ടാകില്ല. ആ സത്യം ചെയ്ത ആൾ ചെയ്ത സത്യം ന്യായമാണെങ്കിൽ, അത് ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും ശരി, ദുന്യവിയായ ഹലാലായ മുബാഹായ ജായിസായ ഒരു കാര്യം ഒരാൾ നമ്മോട് അല്ലാഹു സത്യം, നീ അത് ചെയ്യന്നെ വേണം, നീ അവിടെ പോവുക തന്നെ വേണം, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദോഷമില്ല, അയാളുടെ സത്യം സത്യസന്ധമാണ് എങ്കിൽ അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു കാര്യം നീ അത് ചെയ്യരുത് എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാതിരുന്നാൽ നഷ്ടമൊന്നുമില്ല എങ്കിൽ നമ്മൾ ചെയ്യണം. കാരണം അള്ളാഹുവിനെ മുൻനിർത്തിയാണ് അവൻ സത്യം ചെയ്തത്. ഇതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, ആരെങ്കിലും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ, അതുപോലെ തന്നെ തങ്ങളുടെ സത്യം ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിനെ പിടിച്ച് വല്ലാഹി ഞാനത് ചെയ്തിട്ടില്ല, വല്ലാഹി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും അള്ളാഹുവിനെ സത്യം ചെയ്ത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കണം, തൃപ്തിപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പിടിച്ച് ആരെങ്കിലും സത്യം ചെയ്താൽ അതിനെ നമ്മൾ സത്യപ്പെടുത്തണം, തൃപ്തിപ്പെടണം. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുകയില്ല. വമൻ ലം യർള ബില്ലാഹ് ഫലൈസ മിനല്ലാഹ്. ആരല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തത് അംഗീകരിച്ചില്ലയോ, തൃപ്തിപ്പെട്ടില്ലയോ, അള്ളാഹുവിന്റെ അടുത്തുനിന്ന് അവന് യാതൊന്നുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതാണ് ഏഴാമത്തെ കാര്യം. ആരെങ്കിലും അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്താൽ നമ്മൾ അതിനെ കളവാക്കരുത്. വല്ലാഹി എന്ന് പറഞ്ഞ് സത്യസന്ധനായ ഒരാൾ സത്യം ചെയ്താൽ എല്ലാം പറയുന്നത് കളവാണ് എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. അത് അള്ളാഹുവിന്റെ മഹത്വത്തിനെതിരാണ്. എട്ടാമത്തെ കാര്യം, സത്യം അള്ളാഹുവിനെ പിടിച്ച് മാത്രമേ ചെയ്യാവൂ. ആരെങ്കിലും സത്യം ചെയ്താൽ നമ്മൾ അംഗീകരിക്കണം, സത്യം ചെയ്ത് ആവശ്യപ്പെട്ടാൽ നമ്മൾ നിറവേറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിടിച്ച് മാത്രമേ സത്യം ചെയ്യാവൂ. ഇതൊക്കെയാണ് വസ്തുതയെങ്കിലും ആവശ്യത്തിനെ സത്യം ചെയ്യാവൂ. തൊട്ടതിനും പിടിച്ചതും എന്തിനും ഏതിനും അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുക എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല. അത് മുനാഫിക്കുകളുടെ അടയാളമാണ്. കച്ചവടം ചെയ്യുന്നവർ അവരുടെ കച്ചവട ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി ന്യായമായിട്ടാണെങ്കിലും, മറ്റത് കള്ളസത്യമാണ്, ന്യായമായി അവന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താനാണെങ്കിലും സത്യം ചെയ്യരുത്. അൽ ഹലിഫു മുനഫിഖത്തുൻ ലിസിലഅതി മുംഹിഖത്തുൻ ലിൽ ബറക. അത് കച്ചവടത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്താൻ കാരണമാണ്. കാരണം എന്താ? അള്ളാഹു ഹലാലാക്കിയ ഭൗതികമായ ഒരു സംവിധാനമാണ് കച്ചവടം. ആ കച്ചവടത്തിന് വേണ്ടി നിന്റെ ഭൗതികമായ ലാഭ നേട്ടങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് സത്യം ചെയ്ത് നീ അതിനുപയോഗപ്പെടുത്തുക എന്നുള്ളത് അത്രമേൽ മഹത്വം കുറഞ്ഞവനല്ല നിന്റെ റബ്ബ്. നിന്റെ ഭൗതിക നേട്ടത്തിന് വേണ്ടി നീ അള്ളാഹുവിനെ കരുവാക്കി സത്യം ചെയ്യുക എന്നുള്ളത് അതിനേക്കാൾ അള്ളാഹു മഹാനാണ്. അത് അള്ളാഹുവിനെ യോജിച്ചതല്ല. അതുകൊണ്ട് ന്യായമാണെങ്കിലും നമ്മൾ വല്ലാഹി എന്ന് സത്യം ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അതല്ലാത്ത പ്രയോഗങ്ങൾ നമുക്ക് നടത്താം. നമ്മുടെ സത്യസന്ധതയെ ബോധ്യപ്പെടുത്താൻ വല്ലാഹി എന്ന് പറയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സത്യസന്ധത അത് ഒന്നും നമ്മുടെ ന്യായം ഒന്നും പറയരുത് എന്നല്ല പറഞ്ഞതർത്ഥം. അള്ളാന്റെ പേര് അവിടെ പരാമർശിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആ സ്ഥാനത്തിന് യോജിച്ചതല്ല അള്ളാഹുവിന്റെ പേര് പരാമർശിക്കുക എന്നുള്ളത്. ശരി. അതുപോലെ തന്നെ കുട്ടികൾ തൊട്ടനും പിടിച്ചതിനൊക്കെ വല്ലാഹി 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 എന്ന് പറയാന്നുള്ളത് അത് കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കേണ്ട കാര്യമാണ്. ചില കുട്ടികൾ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരത് നാവിൽ ഇങ്ങനെ പാട്ട് പോലെ ഇങ്ങനെ ശീലിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കാണാം. അത് ശ്രദ്ധിക്കണം. ശരി. എട്ടാമത്തെ കാര്യം, ഒമ്പതാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ പരാമർശിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് പരാമർശിക്കുമ്പോൾ ആ സ്ഥലം, ആ സാഹചര്യം, ആ സന്ദർഭം അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്നതാകണം. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ തമ്മിൽ വഴക്കൂടുമ്പോൾ, ചീത്ത വിളിക്കുമ്പോൾ, തീർത്തും ഭൗതികമായ കാര്യങ്ങൾ, ഗാനങ്ങളിൽ, അതുപോലെ തന്നെ സംഗീതങ്ങളിൽ, തമാശകളിൽ, കളികളിൽ, ഇങ്ങനെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് പരാമർശിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ഒരു മൃഗത്തെ ചീത്ത വിളിക്കുമ്പോൾ,
വരണ്ടോടിയ ഒരു മൃഗം അള്ളാഹിനെ നശിപ്പിക്കട്ടെ എന്നുവരെ പറയരുതെന്നാണ് സലഫുകൾ അങ്ങനെ പറഞ്ഞതായി കാണാം. ആ കുരക്കുന്ന നായി അതിന്റെ പ്രവൃത്തി കാരണമായി അള്ളാഹു ആ നായെ നിന്ദിക്കട്ടെ എന്ന് പോലും പറയരുത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന് യോജിക്കാത്ത ഇടങ്ങളിൽ അവന്റെ പേര് ഒരു നിലക്കും പരാമർശിക്കരുത്. ചില കുട്ടികൾ ഈ മാഷാ അല്ലാ ബാറക്കല്ലാ എന്നത് കണ്ണേർ ബാധിക്കാതിരിക്കാൻ നമ്മൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള അത്ഭുതകരമായ പ്രവൃത്തി കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അവരെ കണ്ണേർ ബാധിക്കാതിരിക്കാനുള്ള മറയായി അതിൽ നിന്നുള്ള സംരക്ഷണമായി റസൂലുള്ള പഠിപ്പിച്ചു മാഷാ അല്ലാ ബാറക്കല്ലാ എന്നവന് വേണ്ടി ദുആ ചെയ്യണം. ചില കുട്ടികൾ അത് തമാശയായി എന്ത് പറഞ്ഞാലും കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മാഷാ അല്ലാ ബാറക്കല്ലാ ബാറക്കല്ലാ അങ്ങനെ പറയും. അതല്ലെങ്കിൽ എന്തെങ്കിലും ആയത്തിന്റെ കഷ്ണം എടുത്തിട്ട് ഹദീസ് എടുത്തിട്ട് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ചൊല്ലാം. പാട്ട് പാടുന്ന പോലെ ഇങ്ങനെ ഒരു കളിയായി തമാശയായി. അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ പേരാണ്. അത് നമ്മളെ നാട്ടുവർത്താനം പറയുന്ന പോലെ, നമ്മുടെ ഡയലോഗ് അടിക്കുന്ന പോലെ, നമ്മുടെ വർത്തമാനങ്ങൾ പോലെ അല്ല. അതിന് നമ്മൾ ഗൗരവം കൊടുക്കണം. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്നില്ല. അള്ളാ എന്ന പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാ എന്ന ഒരൊറ്റ പേര് അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാല, അതിന് പോലും എത്ര മഹത്വമുണ്ട്. അതുകൊണ്ട് അപ്പൊ പിന്നെ ഈ സിനിമാ ഗാനങ്ങളിലും ഗാനമേളകളിലും മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞും മ്യൂസിക്കിന്റെ പൈശാചികതയുടെ അകമ്പടിയോടുകൂടി അള്ളാഹുവിന്റെ പേരും അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങളും എന്ന് പറഞ്ഞ ആളുകൾ പറയുന്ന ഈ മദ്ഹ് ഗാനങ്ങളുടെ അവസ്ഥ എന്താണ്? എത്ര നിന്ദ്യമാണത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവസാനത്തെ 10ാമത്തെ കാര്യമായി നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അസ്മാകൾ രേഖപ്പെടുത്തിയ അത് ലേഖനങ്ങളാകട്ടെ, മാഗസിനാകട്ടെ, ലഘുലേഖയാകട്ടെ, നമ്മൾ എഴുതിയ നോട്ട്സ് ആകട്ടെ, അള്ളാ എന്നൊരൊറ്റ പേരുണ്ടെങ്കിൽ വരെ നമ്മുടെ വീട്ടിലുള്ള ഭൗതികമായ എന്ത് വിലപിടിപ്പുള്ള സാധനത്തെക്കാൾ ആദരിക്കാൻ അതിന് അർഹതയുണ്ട്. ഇല്ലേ? ഇല്ലേ? നമ്മൾ ലക്ഷങ്ങളും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ ഭൗതിക വിഭവങ്ങളുമൊക്കെ അതിന്റെ മൂല്യമൊന്നും അളന്നാൽ ചിലപ്പോൾ കോടികൾ ഉണ്ടാകാം. നമ്മുടെ ആസ്തിയും നമ്മൾ വാങ്ങിക്കൂട്ടിയതും. അള്ളാ എന്ന ഇസ്മുൽ ജലാലയുള്ള ഒരൊറ്റ കടലാസ്, ഒരു പേപ്പറിന്റെ കഷ്ണം, ഈ കോടികളുടെ സ്വത്തുവകകൾ ഒരു തുലാസിലും അള്ളാ എന്ന ഇസ്മുൽ ജലാല ഒറ്റൊന്ന് മാത്രം രേഖപ്പെടുത്തി പുറത്തും വെച്ചാൽ എന്തിനാണ് മഹത്വവും കനവുമുള്ളത്? അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാലക്കല്ലാതെ ഇതിനേക്കാളെല്ലാം ഒരൊറ്റ നാമം ഉയർത്തപ്പെടാൻ, ആദരിക്കപ്പെടാൻ അർഹതയില്ലേ? ഇല്ലേ? നമ്മളെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പേരുകൾ, ആയത്തുകൾ, ഹദീസുകൾ, അവന്റെ ദീനിന്റെ ചർച്ചകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ബുക്കുകളും എഴുത്തുകളും അതുപോലെ തന്നെ കുറിപ്പടികളുമെല്ലാം നമ്മൾ ഏറ്റവും മഹത്തായ രൂപത്തിൽ സംരക്ഷിക്കണം, അതിനോട് യോജിക്കുന്ന ആദരവിൽ. അപ്പോൾ പിന്നെ ഖുർആനിന്റെ കാര്യം എത്ര വലുതാണ്. ഖുർആൻ അതിലെ 114 അധ്യായങ്ങളും 6000-ൽ പരം ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലക്ഷക്കണക്കിന് വാക്കുകളും ഹർഫുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. ആ ഖുർആനിനെ നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരത്തിന്റെ അവസാനത്തിൽ അതൊന്നുകൂടി നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. ഇതാണ് അമലിൽ അള്ളാഹുവിന്റെ മഹത്വം പ്രകടമാകേണ്ടുന്ന 10 പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹത്വത്തിന്റെ ഭാഗമാണ്, അവന്റെ മഹത്വം അംഗീകരിക്കുന്നതിന്റെ ഭാഗമാണ് തഅദീമു നവാഹി, അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ നമ്മൾ ഗൗരവത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത്. അള്ളാഹു പറഞ്ഞു, ذَلِكَ وَمَن يُعَظِّمْ حُرُمَاتِ اللَّهِ فَهُوَ خَيْرٌ لَهُ عِندَ رَبِّهِ. സൂറത്തുൽ ഹജ്ജിലെ ആയത്താണ്. ആരാണോ അള്ളാഹു വിലക്കിയ, ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ, പ്രവേശിക്കരുത് എന്നവൻ അതിരുവച്ച കാര്യങ്ങൾ, അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്, അള്ളാഹുവിനെ തഅളീം ചെയ്യുന്നത്, ഫഹുവ ഖൈറുൻ ലഹു ഇൻദ റബ്ബി, അതാണ് അവന്റെ റബ്ബിന്റെ അടുക്കൽ അവന് ഖൈറായിട്ടുള്ളത്. ഇതിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കി ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കണം. അത് അള്ളാഹുവിനോടുള്ള ആദരവാണ്. അള്ളാഹു ഹറാമാക്കി, ആരാണിത് ഹറാമാക്കിയത്? ഇവിടുത്തെ ഏതെങ്കിലും സുപ്രീം കോടതി ജഡ്ജിയാണോ? നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാരുണ്ടാക്കിയ നീതിന്യായ വ്യവസ്ഥയാണോ? അവർ പടച്ചുണ്ടാക്കിയ നിയമങ്ങളാണോ? അതേതെങ്കിലും രാജ്യത്തെ രാജാവാണോ, ഭരണാധികാരിയാണോ ഈ നിയമം ഉണ്ടാക്കിയത്? നമ്മെ പടച്ച
ലോകത്തെ മുഴുവൻ പടച്ച റബ്ബ് ഒരു കാര്യം നിനക്ക് ഹറാമാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വിധിയാണ്, മഹാനായ റബ്ബിന്റെ വിലക്കാണ്. അതിനെ പുല്ലുവില കൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം നീ അംഗീകരിക്കാത്തതിന്റെ അടയാളമാണ്. പണ്ഡിതന്മാർ പറയുന്നു, അന്നൽ അബ്ദ യഗ്ദബു ഇദാ ഇൻതഹകത് മഹാരിമുല്ലാഹ് ഇദുൻതുഹികത് മഹാരിമുല്ലാഹ് സുബ്ഹാനഹു വ തആല യജിദു ഫീ ഖൽബിഹി അലമൻ വദൈഖൻ അന്ന അല്ലാഹൽ അലീം യുഹ്സാ ഹത്താ വലൗ ലം യകുൻ ഹുവൽ ആസി ഫഇന്നഹു യതഅല്ലം ഖൽബുഹു അൻ യഅസി അല്ലാഹ അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹറാമാക്കിയ എന്തെങ്കിലും കാര്യങ്ങൾ, അവന്റെ ദീനിന്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടാൽ, പിച്ചിച്ചീന്തപ്പെട്ടാൽ, അതാളുകൾ പ്രവർത്തിക്കുന്നത് കണ്ടാൽ നിന്റെ കൽബിൽ വേദനയുണ്ടാകണം, നിന്റെ കൽബിൽ പ്രയാസമുണ്ടാകണം. ആരെയാണ് ഈ മനുഷ്യർ ധിക്കരിക്കുന്നത്? ആരുടെ വിധിവിലക്കുകളാണ് ഇവർ കാറ്റിൽ പരത്തുന്നത്? ആര് വെച്ച അതിരാണ് ഇവർ അതിർ ലംഘിക്കുന്നത്? മഹാനായ റബ്ബിന്റെ കൽപ്പനകളെയാണ് ഇവർ ധിക്കരിക്കുന്നത്. നിന്റെ മനസ്സിൽ പ്രയാസം തോന്നണം. നാട്ടിലൊരു ഹറാമ് നടക്കുന്നത് കണ്ടാൽ, നിന്റെ കൺമുമ്പിൽ ഒരു വൃത്തികേട് ശ്രദ്ധയിൽപ്പെട്ടാൽ, നീ അതിന് സാക്ഷിയായാൽ, നിന്റെ വീട്ടിൽ പോലും നീ അത് അനുവദിക്കുന്നവനായാൽ, നിന്റെ കൽബ് വേദനിക്കുന്നില്ല എങ്കിൽ, ഞെരുങ്ങുന്നില്ല എങ്കിൽ, പ്രയാസപ്പെടുന്നില്ല എങ്കിൽ, അത് വിലക്കിയ, അത് ഹറാമാക്കിയ റബ്ബിന് നീ എന്ത് മഹത്വമാണ് കൽപ്പിച്ചത്? ഹത്താ വലൗ ലം യകുൻ ഹുവൽ ആസി, നീ അത് ചെയ്യുന്നില്ല എന്ന് നീ ന്യായം പറഞ്ഞു. ഞാൻ ചെയ്യുന്നില്ലല്ലോ, ഞാനത് പ്രവർത്തിക്കുന്നില്ലല്ലോ, ബാക്കിയുള്ളവർ ചെയ്യുന്നതിന് എനിക്കെന്താ എന്ന് പറഞ്ഞാൽ നിന്റെ കൽബിൽ അള്ളാഹുവിന്റെ വിലക്കിനോട് എന്നാൽ പോലും നീ ആദരവ് കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കെതിരെ ഭൂലോകത്തേതെങ്കിലും ഒരു കോണിൽ ഒരു തിന്മ പ്രവർത്തിക്കുന്നതായി അറിഞ്ഞാൽ നിന്റെ കൽബ് പ്രയാസപ്പെടുന്നില്ല എങ്കിൽ, ആ മഹാനായ റബ്ബിന്റെ വിധിവിലക്കുകളോട് നിനക്ക് ഗൗരവമില്ല എങ്കിൽ, നീ അള്ളാഹുവിന്റെ മഹത്വത്തെ യഥാവിധത്തിൽ അംഗീകരിക്കുന്നവനല്ല എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുക പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ ലംഘിക്കപ്പെടുമ്പോൾ, അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ അത് ആരെ ചെയ്യാത്തത്? ഈ കാലഘട്ടത്തിലൊക്കെ നോക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റുള്ളൂ? ഇതേതാ കാലം? എവിടുന്നാ വരുന്നേ എന്നൊക്കെ ആളുകൾ ചോദിക്കും. ഇവിടെ പറയാൻ പറ്റൂല, ഇക്കാലത്ത് മിണ്ടരുത്. എന്തൊക്കെ ന്യായങ്ങളാണ് ആളുകൾ പറയാൻ? റബ്ബിനേക്കാൾ വലിയ യുക്തിജ്ഞർ, റബ്ബിനേക്കാൾ വലിയ ദീർഘദൃഷ്ടിയുള്ളവർ, അവന്റെ നാവിനെയും ആ ചിന്തിക്കുന്ന വൃത്തികേട് പേറുന്ന അവന്റെ കൽബിനെയും സകല മനുഷ്യരുടെയും മൂർധാവിനെയും നിയന്ത്രിക്കുന്ന, അവരുടെ കൽബുകളും നടന്നും അവന്റെ വിരലുകൾക്കിടയിൽ രണ്ടു വിരലിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരൊറ്റ കൽബിനോളം സമാനമായ മഹാനായ റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് അവനൊരു കൽപ്പനയും ഒരു ഗൗരവവും കൽപ്പിക്കുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, എന്താണ് നമ്മൾ അള്ളാഹുവിനെ കൽപ്പിച്ച സ്ഥാനവും മഹത്വവും? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി, ആരെങ്കിലും ഒരു തിന്മ സംഭവിക്കുന്നത് കണ്ടാൽ, അതിന് സാക്ഷിയായാൽ, അവൻ സാധിക്കുമെങ്കിൽ അവന്റെ കൈകൊണ്ട് അതിനെ തടയട്ടെ. എല്ലാവർക്കും സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ അധികാരവും സ്വാധീനവും ഇടപെടലും ഉപയോഗപ്പെടുത്തി തടയാൻ സാധിക്കില്ല. നമുക്കതിനുള്ള അധികാരം വേണം, നമുക്കതിനുള്ള ശക്തി വേണം, സ്വാധീനം വേണം. സാധിക്കില്ലെങ്കിൽ ഫഇല്ലം യസ്തതി ഫബിലിസാനി, അവർ നാവ് കൊണ്ട് തടയട്ടെ. നിനക്കറിയാം അതൊരു ഹറാമാണെന്ന്, നിനക്കറിയാം അത് അള്ളാഹു വിലക്കിയതാണെന്ന്, നിന്റെ നാവ് കൊണ്ട് അവിടെ പറയാൻ നിനക്ക് സാധിക്കുമെങ്കിൽ, അത് പാടില്ല എന്ന് വിലക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അവിടെ പറയണം. നിന്റെ നാവ് കൊണ്ട് അതിനെ തടുക്കണം. ഇത് എല്ലാ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ചിലപ്പോൾ അതിനും സാധിച്ചില്ല. നമ്മൾ സംസാരിച്ചാൽ, നമ്മൾ ശബ്ദിച്ചാൽ നമ്മുടെ തലയരിയും. നമുക്ക് അതിനേക്കാൾ വലിയ നഷ്ടങ്ങൾ, ചിലപ്പോ അടുത്ത നിമിഷം നമുക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. സാധിക്കില്ലെങ്കിൽ, അതിനും സാധിക്കുന്നില്ല എങ്കിൽ, തിന്മക്കെതിരെ ശബ്ദിക്കാൻ നിന്റെ നാവിന് സ്വാതന്ത്ര്യമില്ല എങ്കിൽ പിന്നെന്താ? ഫൽയുഗയ്യിർഹു ബിഖൽബിഹി, നിന്റെ കൽബ് കൊണ്ട് നീ അതിനെ വെറുക്കണം, നിന്റെ കൽബ് കൊണ്ട് നീ അതിനെ തടയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ. അതിനേക്കാൾ താഴ്ന്ന അവസ്ഥ അല്ല ഈമാനിന്. എന്ത്? ഒരു തിന്മ കണ്ടു, നിനക്ക് കൈകൊണ്ട് തടയാൻ പറ്റുന്നില്ല,
നിനക്ക് നാവ് കൊണ്ട് അതിനെ എതിർക്കാൻ സാധിക്കുന്നില്ല, ഖൽബ് കൊണ്ട് വെറുക്കാനെങ്കിലും നിനക്കതിനെ സാധിക്കുന്നില്ല എങ്കിൽ നിന്റെ ഈമാനിന്റെ അവസാനത്തെ കണിക പോലും നിന്റെ ഖൽബിൽ നിന്ന് അന്യം നിന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹുൽ മുസ്തആൻ. സഹോദരങ്ങളെ, ഈ ഖൽബ് കൊണ്ട് വെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കുടുംബത്തിലെ അടുത്ത ബന്ധു, നമ്മുടെ സഹോദരൻ, നമ്മുടെ വേണ്ടപ്പെട്ടവർ ആർഭാടപൂരിതമായി ആഘോഷപൂരിതമായി കല്യാണം നടത്തുക. ഇന്നത്തെ ആധുനികമായ കല്യാണങ്ങളുടെ എല്ലാ കമ്പടിയുണ്ട് അവിടെ. സ്ത്രീധനമുണ്ട്, സ്ത്രീ പുരുഷ കൂടിക്കലരും ആട്ടവും പാട്ടും സംഗീതവും എല്ലാ പേക്കൂത്തുകളുണ്ട്. നമ്മൾ പറയാണ് എന്റെ കുടുംബമാണ്, എന്റെ വേണ്ടപ്പെട്ട ചോരയാണ്, ഏട്ടനാണ്, പെങ്ങളാണ്, സഹോദരനാണ് എന്ന ന്യായം പറഞ്ഞ് അവിടെ സജീവമാകാൻ ഈ ഹദീസിനെ മുൻനിർത്തി ന്യായം പറയാൻ നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കല്യാണത്തിൽ പങ്കെടുക്കുക വേണ്ട, അവരെ ബഹിഷ്കരിക്കണം എന്നല്ല. ചിലപ്പോ നമ്മൾ പോയില്ലെങ്കിൽ കുടുംബം തെറ്റും, പ്രശ്നം ഉണ്ടാവും. നമുക്ക് അവരോട് ഒരു നിലക്കൊരു വാക്ക് പോലും, ദീൻ പോയിട്ടൊരു വാക്ക് പോലും ഉരിയാടാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ ബഹിഷ്കരിക്കപ്പെടും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ വൃത്തികേടുകൾ പരമാവധി നടക്കാത്ത സമയത്ത് പോയി മുഖം കാണിച്ച് നമ്മുടെ നിലപാട് ബോധിപ്പിക്കണം. ഞാൻ നിങ്ങളെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ സാന്നിധ്യം അടയാളപ്പെടുത്തി ഒന്ന് നമ്മൾ സാധാരണ തല ഒന്ന് കാണിച്ചു പോരാ. അതിനപ്പുറത്ത് അവിടെ സജീവമായി എനിക്കതിനോടും താല്പര്യമില്ല, ഞാനോടും യോജിക്കുന്നില്ല, നമ്മള് വെറുത്തിരിക്കുകയാണ്, അത് ന്യായമല്ല, അത് കാപട്യമാണ്. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുക പറഞ്ഞാൽ അതിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഒരാളുടെ മനസ്സിൽ ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയായ തിന്മയോടുള്ള വെറുപ്പ് കൽബിലുണ്ടെങ്കിൽ അവനവിടെ സാക്ഷിയാവുകയില്ല. വലാ യശ്ഹദൂന സൂർ, അവർ സൂറിന് സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് ആയത്ത് സൂറത്തുൽ മുഅ്മിനൂനിൽ മുഅ്മിനീങ്ങളുടെ വിശേഷണമായി പറഞ്ഞ അവർ പിന്നെ സൂറിന് കള്ളസാക്ഷ്യം വഹിക്കുകയില്ല, അതല്ലെങ്കിൽ കളവിന് സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് പറഞ്ഞ ആയത്തിന് വിശദീകരിക്കവേ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞു, സ്വഹാബികളിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ ഹറാമുകൾക്കും അനാവശ്യങ്ങൾക്കും വിനോദങ്ങൾക്കും കളികൾക്കും സമയം ചെലവഴിക്കുന്നവർ, അതിന് സാക്ഷ്യം വഹിക്കുന്നവരല്ല. എവിടെയാണെങ്കിലും വെറുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക, അതെങ്ങനെ വെറുപ്പാവുക? വെറുത്താൽ അവിടെ എണിച്ചു പോരും. നമ്മുടെ കുടുംബ ബന്ധം തകരാതിരിക്കാൻ നമ്മളും അവരുമായിട്ടുള്ള ഒരു മുസ്ലിമിന്റെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണമെന്ന നിർബന്ധ ബാധ്യത അത് നിറവേറ്റാൻ പാകത്തിലുള്ള അളവിൽ അവന്റെ സാന്നിധ്യം അവിടെ രേഖപ്പെടുത്തി അവനവന്റെ തടി തപ്പും, അവന്റെ കൽബിൽ വെറുപ്പുണ്ടെങ്കിൽ. അതുകൊണ്ട് കൽബിൽ വെറുപ്പുണ്ട്, കുടുങ്ങിയിരുന്നതാണ് എന്ന് പറയുന്നത് ന്യായമല്ല. കൽബിൽ വെറുപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ സാധിക്കുമോ? വെറുപ്പുള്ളിടത്ത് നമ്മൾ പോവോ? വെറുപ്പുള്ളൊരു ഭക്ഷണം നമ്മൾ കഴിക്കുമോ? ഒന്ന് രുചിച്ചെങ്കിലും നോക്കുവോ? വെറുപ്പുള്ള എന്തെങ്കിലും കാര്യം നമ്മുടെ നഫ്സിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ വ്യക്തിഗതമായി ചെയ്യോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയും രണ്ടാകരുത്. ഈ ഹദീസിനെ നമ്മൾ എന്ത് ചെയ്യരുത്? കൃത്യവിലോപം ചെയ്യരുത്. ചെറുപ്പക്കാരിലേക്ക് ഞാൻ ചില്ലറ ഉദാഹരണം ഇട്ടുതരാം. മ്യൂസിക്കും ആധുനികമായ എല്ലാ എന്താ പറയാ കാതുവടക്കാവാനും കണ്ണുവടക്കാവാനുള്ള എല്ലാ സാഹചര്യമുള്ള ഒരു വാഹനം, ഒരു പബ്ലിക് സ്പേസ്, അവിടെ നമ്മൾ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു അത് നടക്കുന്ന ബസ്സിൽ നമ്മൾ കയറുകയാണ്, യാത്ര ചെയ്യാണ്, നമ്മൾ അതിന് സാക്ഷിയാവുകയാണ്. സാധിക്കുമെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കണം. നമ്മളവിടെ ബസ്സിൽ നമ്മൾ വേറെ നിർവാഹമില്ല, രാത്രിയാണ്, വൈകിയാണ്, വേറെ ബസ്സൊന്നും കിട്ടാനില്ല, ഏറ്റവും ചുരുങ്ങി നമുക്ക് അവിടെ പറയാനെങ്കിലും സാധിക്കണം, ഒന്ന് നിർത്തുമോ? അതല്ലെങ്കിൽ നമ്മുടെ കാതിൽ വിരൽ തിരികിട്ടിരിക്കണം. അവിടെ ഇത് ഒന്നും നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ തിന്മയോടുള്ള ഒരു എതിർപ്പോ വിയോജിപ്പൊന്നും പ്രകടിപ്പിക്കാതെ അതൊക്കെ കേട്ട് നിന്നിട്ട് വെറുപ്പാണ് എന്ന് പറഞ്ഞിട്ടോ. ചില ആളുകളെ കാണാം, അവർ പുറമേക്ക് ആളുകളുടെ മുമ്പിൽ വലിയ ദീനിയായിരിക്കും, സിനിമ പ്രദർശിപ്പിക്കുന്ന ബാർബർ ഷോപ്പിൽ പോയിട്ടേ മുടി വെട്ടുള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ മ്യൂസിക് ഹറാമാണ്, പാടില്ല, സിനിമ ഹറാമാണ്, എന്നിട്ടോ മുടി വെട്ടുന്നത് പ്രദർശിപ്പിക്കും. ഒന്ന് ഒച്ച കുറക്കാൻ വരെ, അതല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള അവകാശമല്ലേ? നമുക്കൊരു കസ്റ്റമറുടെ അവകാശമില്ല, റൈറ്റ് ഇല്ലേ? നമ്മൾ പൈസ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവൻ നമ്മുടെ മുടി വെട്ടുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ, ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്നു, എവിടെയാണ് ഇപ്പൊ ഈ സാധനമൊന്നും ഇല്ലാത്തത്? നമുക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ പോട്, വേറെ സംവിധാനം നോക്കണം. ഇതാണ് കൽബിലുള്ള വെറുപ്പിന്റെ പ്രകടഭാവങ്ങൾ. ഞാൻ പറഞ്ഞത് നമ്മുടെ നിത്യജീവിതവുമായി കൽബിലെ വെറുപ്പൊന്ന് താരതമ്യം ചെയ്യാനാണ്.
അള്ളാഹുവിന്റെ ദീനിന്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുന്നിടത്ത് നമ്മുടെ കൽബിന്റെ വെറുപ്പ് കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാറുണ്ട് എന്ന് പരിശോധിക്കാൻ എന്റെ നിസാരമായ ബുദ്ധിയിൽ ഓർമ്മ വന്ന ലളിതമായ ചില ഉദാഹരണങ്ങൾ, ഇതിനേക്കാൾ ഫലവത്തായ ഉദാഹരണങ്ങൾ നമുക്ക് തോന്നും. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കൽബിൽ വെറുപ്പ് വരുന്നുണ്ടോ, നമുക്കവിടെ അതിനോട് നീരസം തോന്നുന്നുണ്ടോ? അതല്ല, അതിപ്പോ ആരെ ചെയ്യാത്തത്, ആരെ കേൾക്കാത്തത്? ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ സാധനം ഉണ്ടല്ലോ, ഈ സ്മാർട്ട് ഫോൺ, ഇതിനേക്കാൾ വലിയൊരു മഹാമാരിയില്ല, ഇതിനേക്കാൾ വലിയൊരു കൊടും വൈറസ് ഇല്ല. ഇതിന്റെ ഫിത്തനയിൽ അകപ്പെടാത്ത ഏത് കുഞ്ഞാണുള്ളത്, ഏത് വയസ്സനാണുള്ളത്? ഭിക്ഷ യാചിക്കാൻ വരുന്ന ആളുകൾ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമാണ്. എല്ലാവർക്കും ഇതിന്റെ ഫിത്തന, അതിൽ നിന്ന് യാതൊരു ഒഴിവില്ല. ഇതിലൊരു സാധനം, നമുക്ക് ദീനിയായ ഒരു സാധനം യൂട്യൂബിൽ കാണണമെങ്കിൽ തന്നെ സെക്കൻഡുകൾ അതല്ലെങ്കിൽ മിനിറ്റുകളോളം ദൈർഘ്യമുള്ള ആഡ് സഹിക്കണം. ഒരു മ്യൂസിക്കിന്റെ ഒരു നാമ്പ് പോലും ഇല്ലാത്ത ഒരു പരസ്യമില്ല. അതൊന്ന് സ്കിപ്പ് ചെയ്യാൻ ചില വരെ, ഇനിയിപ്പോ സ്കിപ്പ് ചെയ്യാൻ ഒരു പരിധി സെക്കൻഡ് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അതുവരെ അത് പ്ലേ ചെയ്യണം. അല്ല നമുക്ക് എന്ത് വിചാരിച്ച, എന്നാൽ ആ മ്യൂസിക് കേട്ട് അതൊന്ന് ശബ്ദം കുറച്ച് വെക്കുക. ആ പരിമിതമായ സെക്കൻഡുകൾ സ്കിപ്പ് ചെയ്യുന്നവരേക്കുള്ള സമയം, ആ ചെറിയ ഡ്യൂറേഷൻ, ആ മ്യൂസിക്കിന്റെ വൃത്തികേടിന്റെ അകമ്പടി ഒന്ന് കുറച്ചു വെക്കുക, അതല്ലെങ്കിൽ ആ കാഴ്ചയിലൊന്ന് മറച്ചു വെക്കുക. അതിന് വരെ നമ്മുടെ കൽബിന് സാധിക്കുക, നമ്മുടെ കയ്യിലുള്ള ഈ കുന്ത്രാണ്ടത്തുമേ. പിന്നെ എന്ത് വെറുപ്പാണ് ഇതിനോടുള്ളത്? സംഗീതവും ഈ ജാതി വൃത്തികെട്ട കാഴ്ചകളും ഇത് വന്നതോടുകൂടി ആളുകൾക്ക് സാർവത്രികമായി അതിന്റെ ഗൗരവം അത് ആളുകളുടെ മനസ്സിൽ, ഇതാ ഞാൻ പറഞ്ഞത്, കൽബിലെ ഒരു പൂരിയെടുക്കപ്പെട്ടു തിന്മകളോടുള്ള. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വളരെ വിചിത്രമായ ചില കാഴ്ചകൾ ചില ആളുകളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കാണാറുണ്ട്. സലഫികളാണ്, തൗഹീദുള്ളവരാണെന്നൊക്കെ പറയുന്നവരാണ്. വളരെ അത്ഭുതപ്പെടുത്തിയ, ചിലപ്പോൾ നിങ്ങൾക്ക് അതിശയോക്തിയായിട്ട് തോന്നും, വല്ലാഹി ഞാനത് കണ്ടതാണ്. മ്യൂസിക് പാടില്ല, മ്യൂസിക്കിനെതിരെ സംസാരിക്കുന്ന ഒരു പ്രബോധകന്റെ സംസാരത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്. മ്യൂസിക് ഹറാമാണെന്ന് ദഅവത്ത് ചെയ്യുന്ന ആളുകൾ ആ സാധനം ക്ലിപ്പെടുത്ത് മുറിച്ചിട്ട് ടിക്ടോക്കിലോ മറ്റോ ഇട്ടിട്ട് അതിന്റെ അകമ്പടിയിൽ BGM മ്യൂസിക്. ഇത്രമേൽ അതിന് ഗൗരവം കുറഞ്ഞു പോയ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലെ ആയത്തൊരു ഖാരിഇന്റെ പാരായണം, അതിന്റെ പിന്നിലും മ്യൂസിക്. ആളുകൾ എഡിറ്റ് ചെയ്ത് ചേർക്കാണ്. ഇങ്ങനെ തിന്മകളോട് ഗൗരവം കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എത്ര പ്രസക്തമാണ്. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിൻ അവനവന്റെ തിന്മകളെ വീക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഒരു മല, ആ മലക്ക് താഴെ അവൻ ഇരിക്കുകയാണ്. ഏത് നിമിഷവും ആ മല പൊളിഞ്ഞാടി എന്റെ മേൽ പതിക്കും എന്ന പേടിയിലും ഭീതിയിലുമാണ് ഒരു മുഅ്മിനവൻ തിന്മകളെ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ സമീപിക്കുന്നത്. തന്റെ മുകളിലേക്ക് ഏത് നിമിഷവും പതിക്കാവുന്ന പൊളിഞ്ഞു വീഴാറായ ഒരു മലയെ സമീപിക്കുന്നത് പോലെ തിന്മകളെ മുഅ്മിൻ സമീപിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ വഇന്നൽ ഫാജിറ, ചില റിവായത്തുകൾ വഇന്നൽ മുനാഫിഖ്, നാവിൽ മാത്രം ദീൻ ഒതുക്കുന്ന ആളുകൾ, ഖൽബിൽ ദീനിന്റെ നേരത്തെ പറഞ്ഞ പോലെ ലവലേശം പോലും, ഈമാനിന്റെ അവസാനത്തെ കണിക പോലും ഇല്ലാത്തവർ, യറാ ദുനൂബഹു കദുബാബിൻ മർറ അല അൻഫിഹി ഫഖാല ബിഹി ഹകദ, അവന്റെ മൂക്കിന്റെ തുമ്പത്തുകൂടി പാറിപ്പോകുന്ന ഒരു ഈച്ചയെ ആട്ടുന്ന ലാഘവ ബുദ്ധിയോടെയാണ് അവൻ തിന്മകളെ കാണുന്നത്. നമ്മുടെ മൂക്കിന്റെ തുമ്പത്തൂടെ ഒരു ഈച്ച പാറിപ്പോയാൽ നമ്മൾ അതിനെങ്ങനെ ആട്ടും? എത്ര നിസാരമായി അതിനെ അവഗണിക്കും. ഇതുപോലെയാണ് ഒരു മുനാഫിഖ്, ഒരു തെമ്മാടി, ഒരു അധർമ്മകാരി അവനവന്റെ തിന്മകളെ വീക്ഷിക്കുന്നത്. മുഅ്മിൻ അത് സാധിക്കില്ല. ചെറിയ തിന്മയാണെങ്കിൽ അത് ഞാനല്ലാത്ത ദുനിയാവിലെ ഏതൊക്കെ പടപ്പുകൾ അപ്പുറത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു ഹറാമാക്കിയതാണോ, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണോ, തിന്മയാണോ ദീനിന്റെ ഭാഷയിൽ, അവൻ മലക്ക് താഴെ അത് പൊളിഞ്ഞു വീഴാറായ ഭീതിയിൽ അതിനെ സമീപിക്കും. വൽഇയാദു ബില്ലാഹ്. അള്ളാഹു നമ്മെ തിന്മകളുടെ പരിണിതിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതാണ് കാര്യം. തിന്മകളെ നമ്മൾ അതിന്റെ ഗൗരവം കൽപ്പിക്കേണ്ടതുപോലെ കാണേണ്ടതുപോലെ കാണുന്നില്ല എങ്കിൽ എന്താണ് അതിന്റെ അടയാളം? അതെന്തിന്റെ ലക്ഷണമാണ്? അതെന്തിന്റെ അടയാളമാണ്? അതെന്തിന്റെ സിംറ്റാണ്? ഏത് രോഗത്തിന്റെ? അള്ളാഹുവിനോടുള്ള മഹത്വം, ആദരവ് നമ്മുടെ മനസ്സിൽ കുറഞ്ഞുപോയി എന്നതാണ് അതിന്റെ അടയാളം.
അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത് തിന്മകൾക്ക് സാക്ഷിയാലുള്ള അവസ്ഥയാണ്. തിന്മകൾ സംഭവിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ഇനി തിന്മകളിൽ വീണാലോ? മനുഷ്യനാണ്, തെറ്റ് സംഭവിക്കും. കുല്ലു ഇബ്നു ആദമ ഖത്താഉൻ ഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. ആദം സന്തതികളെല്ലാം തെറ്റ് സംഭവിക്കുന്നവരാണ്. ആ തെറ്റ് സംഭവിച്ചാൽ പിന്നെ എന്താണ് സംഭവിക്കുക? മുഅ്മിനാണെങ്കിൽ അവൻ ഉടനടി തൗബ ചെയ്യും. ആ തെറ്റ് സംഭവിച്ചതിൽ അതിയായ ഖേദമുണ്ടാകും. തെറ്റിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കും. തെറ്റിന്റെ എന്തെങ്കിലും സ്വാധീനം അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വേരോടെ പിഴുതെറിയും. സൃഷ്ടികളുമായിട്ടുള്ള ഇടപാടിൽ, ക്രയവിക്രയങ്ങളിൽ, പെരുമാറ്റത്തിൽ, വ്യവഹാരങ്ങളിൽ സംഭവിച്ച വീഴ്ചയാണെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടും. എന്നിട്ട് റബ്ബിനോട് തേടും. ഇങ്ങനെ തൗബ ചെയ്യും. തിന്മകളിൽ വീണുപോയാൽ ഇതായിരിക്കും മുഅ്മിന്റെ സമീപനം. ഇത് തിന്മ എന്ന് പോലും തോന്നുന്നില്ലെങ്കിലോ, അത് തിന്മയാണ് എന്ന തോന്നൽ പോലുമില്ല എങ്കിൽ അതൊരു നന്മയായി, അതല്ലെങ്കിൽ ഒരു മേന്മയായി, അതൊരു കുഴപ്പമില്ലാത്ത കാര്യമായി തീർന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന് നാം ഒരു വിലയും കൽപ്പിക്കില്ല എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ ന്യൂജൻ ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ, കൗമാരക്കാരുടെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധിവിലക്കുകൾക്ക് ഒരു വിലയുമില്ല. അവർ പഠിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലൂടെ ഈ വളർന്നു വരുന്ന തലമുറയുടെ മസ്തിഷ്കത്തിൽ അവർ അടിച്ചേൽപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ നിരാകരിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും അവന്റെ ദീനിനോടും അവന്റെ ശറഇനോടുമുള്ള ആദരവിനെ തെല്ലുമില്ലാതാക്കുന്ന അധ്യാപനങ്ങളും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച, തൗഹീദിന്റെ രാഷ്ട്രത്തിൽ അവരുടെ വിദ്യാർത്ഥി കാലഘട്ടം മുഴുവനും തള്ളി നീക്കിയവർ നാട്ടിലെത്തുമ്പോഴത്തേക്ക് എനിക്ക് ജീവിത പങ്കാളിയായി എന്റെ വർഗത്തിൽപ്പെട്ട, എന്റെ ജിൻസിൽപ്പെട്ട പെണ്ണ് തന്നെ മതി, പെണ്ണിന് പെണ്ണു മതി, ഞങ്ങൾ വിവാഹിതരായിക്കോളാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? എന്താണ് അതിന്റെ അടിസ്ഥാനം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധിവിലക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്തത് അവനോടുള്ള ഈ മഹത്വം കൽബിൽ ഇടിഞ്ഞിടിഞ്ഞ് താണ് ശൂന്യമായി പോയിട്ടാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന എല്ലാ അപജയങ്ങൾക്കും, അതാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ദീനിന്റെ നെടുംതൂണാണ്. ഇത് നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമാണ്. അള്ളാഹുവിനോടുള്ള ആദരവ് മനസ്സിലില്ലാത്തവനോട് എന്ത് ആയത്തും ഹദീസ് ഓതിയിട്ടും കാര്യമല്ല, അവൻ എത്ര നീ കൗൺസിൽ ചെയ്തിട്ടും കാര്യമല്ല, അവനോട് എത്ര വാള് പറഞ്ഞിട്ടും കാര്യമല്ല. ഖൽബിൽ അല്ലാഹ് എന്നൊരു തേട്ടമില്ലാത്തവനോട് എന്ത് പറഞ്ഞിട്ട് എന്താണ് സഹോദരങ്ങൾ? ആരെ പറഞ്ഞിട്ടാണ് അവൻ പേടിക്കുക? എന്തിനു വേണ്ടി അവൻ നന്നാവും? എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? ചിന്തിക്കൂലേ? അതിനാദ്യം നമ്മുടെ മക്കളുടെ കൽബിൽ ചെറുപ്രായത്തിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത്തർബിയത്തു ഫി സിഗ്രി കന്നഖ്ശി അലൽ ഹജർ, ചെറുപ്പത്തിലെയുള്ള തർബിയത്ത് അത് കല്ലിൽ കൊത്തിവെച്ച പോലെ, കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെ അള്ളാഹിനെ കുറിച്ച് നമ്മുടെ മക്കളുടെ കാതുകളിൽ ഓതിക്കൊടുക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവരെ കൽബിൽ അത് കൊത്തിവെക്കട്ടെ. അതുകൊണ്ട് ദീനിലേക്ക് പൂർണ്ണമായി മടങ്ങുകയല്ലാതെ ഭൗതികതക്കോ, ഭൗതിക വിദ്യാഭ്യാസത്തിനോ, സമ്പത്തിനോ, സ്ഥാനങ്ങൾക്കോ, പദവികൾക്കോ മുസ്ലിം ഉമ്മത്തിന് താരതമ്യേന പണ്ടത്തെക്കാൾ ഇന്നൊരു കുറവില്ല. ദീനിന്റെ കുറവ് മാത്രമാണ് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം. മക്കളെ പഠിപ്പിക്കാൻ, അവരെ കെട്ടിക്കാൻ, അവരെ പോറ്റാൻ, അവർക്ക് ആധുനികമായ വിദ്യാഭ്യാസം നൽകാൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് സ്വരുക്കൂട്ടിയതെല്ലാം മനുഷ്യന്മാർ ചെലവഴിക്കുന്നു ഈ നശിക്കുന്ന ദുനിയാവിന് വേണ്ടി. ആ ദുനിയാവിന് വേണ്ടി അവർ അഴിച്ചുവിടുന്നു, അവരെ രാജ്യം കടത്തുന്നു, അവരെ നാട് കടത്തുന്നു. അവിടെ അവരെങ്ങനെ ജീവിക്കുന്നു? നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഹറാമുകൾ ചെയ്യുന്നു, ഹറാമായ ബന്ധം സ്ഥാപിക്കുന്നു. ഒന്നും അറിയേണ്ടതില്ല. പുരോഗമനമാണ് പോലും, വിദ്യാഭ്യാസമാണ് പോലും, ആധുനികമാണ് പോലും. എന്നിട്ട് എന്താണ് നഷ്ടപ്പെടുത്തുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്കുത്തരം ചെയ്ത് അവന്റെ ജീവിതം പൊളിഞ്ഞുപോയാൽ എങ്ങനെയായിരിക്കും അവൻ മരിക്കുക? എന്താണ് അവന്റെ ദീൻ? അവന്റെ പരലോകത്തേക്ക് വേണ്ടി എന്താണ് അവൻ പഠിച്ചത്, നേടിയത്, സമ്പാദിച്ചത്, ബാക്കിയാക്കിയത്, ആസ്തിയാക്കി സ്വരുക്കൂട്ടിയത്, അക്കൗണ്ടിൽ നിക്ഷേപിച്ചത്?
ഈ നശിക്കുന്ന ദുനിയാവിന് വേണ്ടി എന്താണ് നമ്മൾ അവർക്ക് വേണ്ടി പകർന്നു കൊടുത്തത്, ഒരുക്കി കൊടുത്തത്, സാഹചര്യം വിളമ്പിയത്? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങിയാലല്ലാതെ ഒന്നും നമുക്ക് നേടാനാവില്ല. ഏറ്റവും ചുരുങ്ങിയത് ഈ നേടിയതെല്ലാം നേടാം നിനക്ക്. എപ്പോൾ? ഏതുവരെ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിന്നെ അശ്രദ്ധയിലാക്കിയത്, നിന്നെ മത്സരിപ്പിച്ചത്, നിന്നെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകറ്റിയതെല്ലാം ദുനിയാവാണ്. ഏതുവരെ നീ ഓടും? ഏതുവരെ നീ മത്സരിക്കും? എത്ര കാലം നീ അശ്രദ്ധയിലാവും? ഹത്താ സുർതുമുൽ മഖാബിർ. നീയും നിനക്ക് മുമ്പുള്ളവരും നിനക്ക് ശേഷമുള്ളവരും സൃഷ്ടിയായി പിറന്നവരെല്ലാം മരിച്ചു മണ്ണടിയുന്നത് വരെ, അവരുടെ ഖബറിടം സന്ദർശിക്കുന്നത് വരെ, അതിനപ്പുറത്തേക്ക് നിനക്ക് ആയുസുണ്ടോ? അതുവരെ. ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. പിന്നെ നീ അറിയും. ഇപ്പൊ നിന്നെ അറിയുന്നില്ല. നീ കാണേണ്ടത് കാണുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാൻ നിനക്ക് സമയമില്ല, ചെവി കൊടുക്കാൻ പോലും നിനക്ക് സമയമില്ല. നിന്റെ ചിന്ത മുഴുവൻ ദുനിയാവാണ്. പക്ഷെ നീ അറിയും. നീ അറിയുന്ന ഒരു കാലം വരും. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അല്ലാഹു വീണ്ടും പറയാണ്, ഒരു തവണ പറഞ്ഞിട്ടാണ്, പിന്നെയും നീ അറിയും. നീ അറിയും. കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. പക്ഷേ യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ് മരിക്കുന്ന സമയത്ത് ഖബറിലേക്ക് പോകുമ്പോ, പരലോകം നീ മുന്നിൽ കാണുമ്പോ, അപ്പോൾ നീ വൈകി ചിന്തിക്കുന്ന തിരിച്ചറിവുണ്ടല്ലോ. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഇപ്പോൾ നീ അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഉറപ്പോടുകൂടി നീ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം. അതെ, നീ നാളെ നരകം കൺമുൻപിൽ നേർക്കുനേരെ കാണുക തന്നെ ചെയ്യും എന്ന് ഇപ്പോൾ നീ ഉറപ്പിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. പിന്നെ നീ നേർക്കുനേരെ അത് കണ്ട് അനുഭവിക്കുമ്പോൾ നീ ഒന്നുകൂടി ആഴത്തിൽ ബോധ്യപ്പെടും. പക്ഷെ ഇപ്പോൾ നീ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മനസ്സിലാക്കുന്നില്ല, ഭാവി നീ തിരിച്ചറിയും. ثم لتسألن يومئذ عن النعيم. പിന്നീട് നീ അവിടെ നീ അനുഭവിച്ച ഓരോ സുഖങ്ങളെക്കുറിച്ചും, ദുനിയാവിൽ നീ നേടിയെടുത്ത ഓരോന്നിനെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. നിന്റെ ആയുസിനെ കുറിച്ച് മൊത്തത്തിൽ ചോദിക്കും. യുവാക്കളെ, നമ്മുടെ യുവത്വത്തെക്കുറിച്ച് പ്രത്യേകം ചോദിക്കും. നമ്മുടെ അറിവിനെ കുറിച്ച് ചോദിക്കും. എന്തിലാണ് നീ അത് പ്രവർത്തിച്ചത്? എന്താണ് നീ പഠിച്ചത്? ഭൗതിക വിജ്ഞാനീയങ്ങളുടെ അലങ്കാരങ്ങൾ, അതല്ലെങ്കിൽ അതിന്റെ സാക്ഷ്യപത്രങ്ങൾ, അവിടെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ അറിവിന്റെ ഭാണ്ഡം പേറാൻ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അള്ളാഹിന്റെ ദീനിൽ നിന്ന് എന്തു പഠിച്ചു, നീ എന്ത് അമല? ചോദ്യമുണ്ടാകുന്നതാണ്. സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. 2 ചോദ്യമാണ് സമ്പത്തിനെ കുറിച്ച്. സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യം. മിൻ ഐന ഇക്തസബഹു. നീ എവിടെ നിന്നാണ് സമ്പാദിച്ചത്? നീ സമ്പാദിച്ചു കൂട്ടിയ ഓരോ നാണയത്തുട്ടും ഓരോ ചില്ലിക്കാശും അതിന്റെ സോഴ്സ് കാണിക്കേണ്ടി വരും. എവിടെ നിന്ന് സമ്പാദിച്ചു? തീർന്നോ? വഫീമ അൻഫഖഹു. എവിടെ നിന്ന് സമ്പാദിച്ചു എന്നത് മാത്രം പോരെ, എന്തിലാണ് നീ ചെലവഴിച്ചത്? അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും. ഇതിനു മറുപടി പറയാതെ ആദമിന്റെ സന്തതികളുടെ കാൽപാദം അവർ കനക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തിരിച്ചറിവൊന്നുണ്ടായാൽ നമുക്ക് എന്നേക്കും നന്നാണ്. അതില്ലെങ്കിലോ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറായി. ഇതെപ്പോഴാണ് ഉണ്ടാവുക? ഇതെങ്ങനെയാണ് ഉണ്ടാവുക? അതിനാണ് ഈ വിഷയം നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ മഹത്വം, അവന്റെ വലുപ്പം നമ്മുടെ ഖൽബിൽ തൊട്ട് നാവിൽ പതിച്ച് അവയവങ്ങളിലൂടെ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ സാധിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകളോട്, തിന്മയിൽ വീണു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഹറാമുകളോട് നമ്മൾ പുലർത്തേണ്ടുന്ന സമീപനം ഇങ്ങനെയാണ്. അത് അള്ളാഹുവിനുള്ള ആദരവിന്റെ ഭാഗമാണ്. ഇനി അള്ളാഹുവിന്റെ കൽപ്പനകളോട് മൊത്തത്തിൽ നമ്മൾ വെച്ചു പുലർത്തേണ്ടുന്ന സമീപനം 4 രൂപത്തിലാണ്. ഞാനത് എണ്ണി പറയുന്നത്, ഇങ്ങനെ എണ്ണം പറഞ്ഞു പറയുന്നത് ഓർക്കാൻ എളുപ്പത്തിലാണ്. നമ്മളൊരു പ്രസംഗം ഇങ്ങനെ നീട്ടിപ്പരത്തി ഒരു ക്ലാസ് ഇങ്ങനെ വഅദ് പറയുന്ന പോലെ ഇങ്ങനെ പറയുന്നത് അത് അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ രീതിയല്ല. പൊതുവെ നിങ്ങൾക്ക് കാണാം, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ
അദ്ദേഹത്തിന്റെ കിതാബ് അൽ ഉസൂലു സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ, അൽ ഉസൂലു സിത്ത 6 അടിസ്ഥാന തത്വങ്ങൾ, അൽ ഖവായിദുൽ അർബ 4 നിയമങ്ങൾ കണ്ടിട്ടില്ല. നവാഖിദുൽ ഇസ്ലാം, അതിൽ 10 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായി അദ്ദേഹം എണ്ണിയത്. അതുപോലെ തന്നെ കിതാബ് തൗഹീദ്, അദ്ദേഹത്തിന്റെ ബൃഹത്തായ കിതാബ് തൗഹീദിൽ ഓരോ മസ്അലയും അധ്യായം തിരിച്ച് ഇന്ന അധ്യായം, ഇന്ന അധ്യായം, ഇന്ന അധ്യായം, അതിൽ വന്നിട്ടുള്ള ആയത്തുകൾ, ഹദീസുകൾ, അതിൽ നിന്നുള്ള പാഠങ്ങൾ ഇങ്ങനെയാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അത് ആളുകൾക്ക് ഓർക്കാനും ഓർമ്മിക്കാനും പഠിപ്പിക്കാനും എളുപ്പത്തിനാണ്. അതുകൊണ്ട് എണ്ണി പറയുന്നത് നമ്മൾ അങ്ങനെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അള്ളാഹുവിന്റെ കൽപ്പനകളോട് നമ്മൾ എങ്ങനെയാണ് ബഹുമാനാദരവുകൾ വെച്ച് പുലർത്തുക? അത് 4 രൂപത്തിലാണ്. ഒന്ന്, അദമു തസാഹുലി ഫിഹ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അതിനോട് നമ്മൾ അലസത കാണിക്കരുത്, മടി കാണിക്കരുത്, അലംഭാവം കാണിക്കരുത്. അതെത്ര നിസാരമാണെങ്കിലും എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് പരമാവധി പ്രവർത്തിക്കാൻ ഊർജ്ജസ്വലതയോടെ നമ്മൾ മുമ്പിൽ വരണം. മടി കാണിക്കരുത്, അലസത കാണിക്കരുത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിന്റെ ദീനിന്റെ വാജിബാത്തുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള 4 സൂത്രവാക്യാണത്. 4 സൂത്രവാക്യം. 1, അതിനോട് മടിയോ അലസതയോ കാണിക്കരുത്. 2, തലഖീഹി അവാമിർ അല്ലാഹി അസ്സ വജല്ല ബിൽ ഫറഹി വതഅലീം വൽ ഇജ്ലാൽ. മടി കാണിക്കാതെ നമ്മളത് ചെയ്യുന്ന വേളയിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കേണ്ടത് സന്തോഷത്തോടെ, ഇഷ്ടത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ ആയിരിക്കണം. കുടുങ്ങിപ്പോയല്ലോ, ചെയ്യാതെ നിർവാഹമല്ലല്ലോ, എല്ലാരും നോമ്പ് നോക്കുന്നുണ്ട് റമദാനിൽ, ഞാനായിട്ട് പിന്നെ എങ്ങനെ നോമ്പ് നോക്കാതിരിക്കുക? എന്റെ നാട്ടിൽ എല്ലാ ആഴ്ചയിലും സംഘടിപ്പിക്കുന്ന ദർശനം, ഞാനാണ് അതിന്റെ സംഘാടകൻ. ഞാൻ പോയില്ലെങ്കിൽ പിന്നെ ആൾക്കാർ എന്നോട് ചോദിക്കൂലേ? ഇങ്ങനെ ഓരോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഓരോ കൽപ്പനകളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എത്ര ചെറുതാണ് നമുക്ക് തോന്നിയാലും നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കണം. നമ്മളത് ബഹുമാനത്തോടെ, ആദരവോടെ, എന്റെ റബ്ബിന്റെ കൽപ്പനയാണിത് എന്ന ചിന്തയിൽ അത് സ്വീകരിക്കണം. ദുനിയാവിൽ നമ്മളേറെ ബഹുമാനിക്കുന്ന ഒരാൾ, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാൾ ഒരു കാര്യം നമ്മോട് പറഞ്ഞാൽ, ആവശ്യപ്പെട്ടാൽ നമ്മൾ എങ്ങനെ സ്വീകരിക്കും? ജീവിച്ചു മരിക്കുന്ന, കുറവുകളുള്ള, ന്യൂനതയുള്ള, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യൻ, നമ്മൾ ആദരിക്കുന്ന, നമ്മൾ ഇഷ്ടം പകുത്തു നൽകുന്ന ഒരാൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ, കൽപ്പിച്ചാൽ, വിലക്കിയാൽ നമ്മൾ എങ്ങനെ അതിനെ സമീപിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. അതുകൊണ്ട് അത് അങ്ങേയറ്റം സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അവനോടുള്ള ആദരവോടുകൂടി നമ്മൾ അത് സ്വീകരിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. എങ്കിലും നമുക്ക് മടി വരില്ല, അലസത ഉണ്ടാവില്ല. മൂന്നാമത്തത്, അപ്പോ ഇത് രണ്ടും അത് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. മടി കാണിക്കാതെ, അലംഭാവം കാണിക്കാതെ, ദൃഢനിശ്ചയത്തോടുകൂടി അതിനിറങ്ങുക, താല്പര്യത്തോടെ. അതുപോലെ തന്നെ അത് ചെയ്യുമ്പോൾ അതിനെ മനസ്സിൽ സന്തോഷത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ വരവേൽക്കുക, സ്വീകരിക്കുക. മൂന്നാമത്തത് ചെയ്യാൻ തുടങ്ങണം. തഫ്രീഖുൽ ഖൽബി അസ്നാ അൽ ഖിയാമി ബിഹാ. അത് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ഖൽബ് ഏകാഗ്രതമാകണം. മറ്റു ചിന്തകളിൽ നിന്ന്, ഭൗതികമായ കാര്യങ്ങളുടെ ആലോചനയിൽ നിന്ന്, അതല്ലെങ്കിൽ ശ്രദ്ധ തെറ്റുന്ന അവസ്ഥകളിൽ നിന്ന്, നിസ്കാരമാണെങ്കിൽ ഭയഭക്തിയില്ലാത്ത അവസ്ഥകളിൽ നിന്ന്, കേവലം ബാഹ്യമായ തലകുത്തി മറിയൽ ആകുന്ന മനസ്സിൽ അതിന്റെ സ്വാധീനമൊന്നുമില്ലാത്ത യാന്ത്രികമായ ഒരു പ്രവർത്തനമാകുന്ന അവസ്ഥയിൽ നിന്ന്, അതായത് അള്ളാഹുവിന്റെ മുൻപിലാണ് നിൽക്കുന്നത്, അവന്റെ കൽപ്പനയാണിത്. നോക്കൂ, നിങ്ങൾ അത് സങ്കല്പിക്കാൻ, നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ചെയ്യുന്ന അള്ളാഹുവിന്റെ കൽപ്പന ഇബാദത്ത്, നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ മനസ്സിന് ഏകാഗ്രത ലഭിക്കാൻ, അവിടെ അള്ളാഹ് എന്ന ചിന്ത ഊട്ടി ഉറപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസ് നമ്മൾ ആലോചിച്ചാൽ മതി. സൂറത്തുൽ ഫാത്തിഹ എല്ലാ റക്അത്തിലും നമ്മൾ ആവർത്തിച്ച് ഓതുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാനിർ റഹീം എന്ന് എന്റെ അടിമ പാരായണം ചെയ്താൽ അള്ളാഹു പറയുന്നു, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, പ്രശംസിച്ചിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ രാജാവായ
പരമാധികാരിയായ റബ്ബ് എന്ന് നമ്മൾ ഉരുവിട്ടാൽ അള്ളാഹു പറയും മജ്ജദനി അബ്ദി, എന്റെ മഹത്വത്തെ വലുപ്പത്തെ അവൻ വാഴ്ത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അത് അല്ലാഹുവിനും നമുക്കുമിടയിലുള്ള കരാറാണ്. അത് നമ്മൾ പ്രഖ്യാപിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. അല്ലാഹു എന്തു പറയുന്നു? ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതെനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ളതാണ്. അവൻ എന്നോടുള്ള കരാർ പുതുക്കിയിരിക്കുന്നു. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. ആമീൻ എന്ന് ഇമാമും മൂമിങ്ങളും അവിടെ കൂടിയ മലക്കുകളും പറഞ്ഞാൽ അവന്റെ ദുആക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. 5 നേരവും 17 റക്അത്തുകളിലും അതിനപ്പുറത്ത് സുന്നത്ത് നിസ്കാരങ്ങളിലും നമ്മൾ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. റബ്ബ് മറുപടി പറയുന്നു, അവൻ പ്രതിവചിക്കുന്നു, അവന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു, അവനോട് ഏറ്റവും അടുത്ത സുജൂദിൽ നമ്മൾ ശിരസ് കുനിക്കുന്നു. അള്ളാഹുവിനോട് അതിനേക്കാൾ അടുത്ത സന്ദർഭം നിനക്ക് ദുനിയാവിൽ കിട്ടാനില്ല. അള്ളാഹുവിനോട് സുജൂദിൽ വീഴുന്ന അവസ്ഥ, അവിടെ ദുആ അധികരിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മൾ നിസ്കാരത്തെ സമീപിച്ചു. അള്ളാഹുവിനോടുള്ള മഹത്വവും അവനോടുള്ള ഇഷ്ടവും അങ്ങേയറ്റത്തെ സന്തോഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൺകുളിർമയായ നിസ്കാരം. നമുക്ക് മനപ്രയാസമാണ് നിസ്കാരം. ഇനി ആരെങ്കിലും നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ബസ്സിലെത്തിക്കഴിഞ്ഞാൽ സലാം വിട്ടി കഴിഞ്ഞാൽ പൊടി നട്ടി ഒറ്റപ്പോക്ക, ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് അവന്റെ നാവ് കൊണ്ട് ഒരു യാടാൻ വരെ അവന് സമയമില്ല. അതിനപ്പുറത്തല്ലേ നിസ്കാരത്തിലുള്ള അദ്കാറുകൾ, സുന്നത്ത് നിസ്കാരങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിത്യജീവിതത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാം, വാദിക്കാം, അവകാശപ്പെടാമെന്ന് നമ്മൾ വ്യാമോഹിക്കുന്ന 5 നേരത്തെ നിസ്കാരത്തിന്റെ കഥ ഇതാണ് എങ്കിൽ അള്ളാഹുവിന്റെ മറ്റു കൽപ്പനകളോടുള്ള നമ്മുടെ സമീപനവും ആദരവും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കൽബ് തഫ്രീഖ് എന്ന് പറഞ്ഞ കാലിയാക്കണം, ശൂന്യമാക്കണം. മറ്റു ചിന്തകളിൽ നിന്ന് നമ്മുടെ കൽബ് ഏകാഗ്രതമാക്കണം. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അള്ളാഹുവിന് മാത്രമായി നൽകുന്ന ദീനാണ് അവൻ ആവശ്യം. അള്ളാഹ്ക്ക് നൽകുന്നുണ്ട്, ഒപ്പം ദുനിയാവിന്റെ ചിന്ത ഉണ്ട്, കൊടുക്കാനും കിട്ടാനുള്ളത് ഓർമ്മയുണ്ട്, കാണാതെ പോയ വസ്തു ഓർമ്മ വരുന്നുണ്ട്, മറന്നുപോയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്. നിസ്കാരം ഇമാമിന്റെ കൂടെ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, ഇമാമിനെ അനുഗമിക്കുന്നുണ്ട്. പക്ഷേ കൽബ്, കുട്ടികൾ നമ്മൾ ചെറുപ്പത്തിലെ നിസ്കാരത്തിന്റെ ഗൗരവം ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? ചില കുട്ടികൾക്ക് തീരെ സീരിയസ്നെസ് ഇല്ല. നമ്മൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആളുകളെ നിസ്കാരം വരെ കൊളായി പോകും. അനങ്ങുന്നു, ചായുന്നു, ചെരിയുന്നു, മാന്തുന്നു, ചൊറിയുന്നു, തിരിയുന്നു, മറിയുന്നു. വീട്ടിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ കുട്ടികളെയും ഭാര്യമാരെയും കുടുംബക്കാരെയും പറയാ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഏത് നിസ്കാരമാകട്ടെ, സുന്നത്താണ് നമ്മൾ വീട്ടിൽ നിസ്കരിക്കുക. ആണുങ്ങൾ, സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ശബ്ദിക്കാതിരിക്കാൻ പറയണം, മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. ചെറുപ്പം മുതലേ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ മിണ്ടരുത് മക്കളെ, ഒച്ചയിടരുത്, കളിക്കരുത്, തമാശ കളിക്കരുത്. മിണ്ടാതെ നിസ്കാരം കഴിയുന്നവരെ ഒരു വാക്കുപോലും ഉരിയാടാതെ അനങ്ങാതിരിക്കാൻ മക്കളെ ചെറുപ്പത്തിൽ ശീലിപ്പിക്കുന്നു. നമ്മൾ നിസ്കരിക്കുമ്പോ ഒച്ചയിടുമ്പോ അവിടെ ഒച്ചയിടുന്നുണ്ടാവും, പെണ്ണുങ്ങൾ അവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ടാവും, ഇനി സിനിമയും പാട്ടും കുത്തുള്ളോട്ടേ അത് വേറെ ഉണ്ടാവും. ആരുടെ മുമ്പിലാണ് ഈ നിൽക്കുന്നത്? നീ ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? നിസ്കാരത്തിന്റെ മാത്രം കഥയാണിത്. നമ്മുടെ സമീപനം എവിടെയാണ്? നമ്മുടെ തഅലീമുള്ള, അള്ളാഹുവിനോടുള്ള ആദരവ്, അള്ളാഹിന്റെ മുമ്പിലാണ് നിൽക്കുന്ന, അള്ളാഹുമായുള്ള മുനാജാത്താണെന്നാണ് നമ്മുടെ ഭാഷ്യം. ശറഅയിൽ അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണോ അത്? എങ്കിൽ അവിടെ തെല്ലിടാ ദുനിയാവിന്റെ ചിന്തക്ക് നമ്മൾ അവസരം കൊടുക്കുമോ? സംസാരത്തിന് അവസരം കൊടുക്കുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ നിസ്കരിക്കുമ്പോ ഹെയർ സ്റ്റൈൽ നന്നാക്കും, താടിമ കളിക്കും, താടി നീളുള്ള ആളുകൾ കൈയിന്റെ കഫ് റെഡിയാക്കും, പാന്റ് കയറ്റും, വസ്ത്രം സമയം നോക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പുറമേക്ക് നമ്മുടെ ശാരീരിക അവയവങ്ങൾ നിസ്കരിക്കുമ്പോൾ കൂടുതൽ ചലിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ കൽബ് കൂടുതൽ ചലിച്ചു പോയതുകൊണ്ടാണ്. കൽബ് നിസ്കാരത്തിലില്ല എന്നതിന്റെ അടയാളാണ് നിസ്കാരത്തിൽ നമ്മുടെ ശരീരത്തിലൂടെ അവയവങ്ങളിലൂടെ ഇങ്ങനെ ചലനങ്ങളും ചായലും ചെരിയലും മാതലും ചൊറിയലൊക്കെ ഉണ്ടാവുന്നത്. കൽബ് അവിടെ ഇല്ല എന്നാണ്. അത് പാടില്ല എന്നാണ്. തഫ്രീഖുൽ ഖൽബ്, കൽബ് ഏകാഗ്രതമാക്കണം എന്നാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്
അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആലം അതിന്റെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് അതിന്റെ പരമ്പരയുമായി ബന്ധപ്പെട്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഇമാം ബുഖാരിയുടെ ചരിത്രത്തിൽ പറയപ്പെട്ടൊരു സംഭവമാണ്. ഇമാം ബുഖാരി ഒരു സദസ്സിൽ അദ്ദേഹത്തിന്റെ അസ്ഹാബുകളുടെ അടുക്കൽ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ചെന്നു. അവർ നിസ്കാരം നിർവഹിച്ചു. ഒരു പകലിൽ ചെന്നു. അദ്ദേഹം ളുഹർ നിസ്കാരം വരെ അദ്ദേഹം ദർസെടുത്തു, ഹദീസുകൾ കേൾപ്പിച്ചു. ളുഹർ നിസ്കാരം അവർ ഒരുമിച്ച് ജമാഅത്തായി നിസ്കരിച്ചു. അതിനുശേഷം അദ്ദേഹം സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചു, റവാത്തിബുകൾ നിർവഹിച്ചു, സലാം വിട്ടി തിരിഞ്ഞിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അസ്ഹാബുകളോട് ചോദിച്ചു, അദ്ദേഹം ഉടുത്ത വസ്ത്രം പൊക്കിയിട്ട് ചോദിച്ചു, എന്റെ പുറംഭാഗത്ത് എന്തെങ്കിലും പാടുകൾ കാണുന്നുണ്ടോ? അപ്പോൾ അത് അവർ അത്ഭുതപ്പെട്ടുപോയി. ചില റിവായത്തുകൾ കാണുന്ന പോലെ 15-ലേറെ പാടുകൾ, കടന്നെല്ല് കുത്തി വീങ്ങിയ പാടുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കണ്ടു എന്നാണ്. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ആദ്യത്തെ കുത്തേറ്റപ്പോൾ തന്നെ നിങ്ങൾക്ക് നിസ്കാരം ഒഴിവാക്കായിരുന്നല്ലോ, ഇങ്ങനെ പ്രയാസപ്പെട്ട് നിസ്കരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ റബ്ബിന്റെ മുൻപിലാണ് നിൽക്കുന്നത്, എന്റെ റബ്ബിന്റെ കലാമാണ് ഞാൻ ഓതുന്നത്, അത് മുറിക്കാൻ എനിക്കിതൊരു തടസ്സമായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോഴാണ് പുറത്തെന്തോ കുത്തിയ പാട് പോലും അല്ലെങ്കിൽ വേദന പോലും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടതെന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സല്ലി സ്വലാത്ത മുവദ്ദിഇൻ, നിന്റെ അവസാനത്തെ നിസ്കാരത്തെ പോലെ നീ നിസ്കരിക്കുന്നു ഓരോ ദിവസവും. അടുത്ത നിമിഷം നീ മരിക്കും, ഇത് നിന്റെ അവസാനത്തെ നിസ്കാരമാണ്. മരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ അവസാനത്തെ അവസരം നൽകിയ അവസ്ഥയിൽ നീ എങ്ങനെ നിസ്കരിക്കും? അതുപോലെ നിസ്കരിക്കാനാണ് പറയും. എന്താണ് നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമിയുള്ള കൺകുളിർമയായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നീ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുന്നു. ഒരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, ദുനിയാവിലെ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ നമ്മൾ ഞെരിഞ്ഞമർന്നാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ അവനുമായി രഹസ്യ സംഭാഷണം നടത്തി തലകുനിച്ച് സാഷ്ടാംഗം നമിച്ചാൽ നിന്റെ മനസ്സ് സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും ആശ്വാസം കൊണ്ടും തിളങ്ങുന്നുവെങ്കിൽ അത് തഅലീമുള്ളയുടെ അടയാളമാണ്. മറിച്ച് അങ്ങനെ സംഭവിക്കുമ്പോ നിസ്കാരോ ദീനോ ഒരു ചിന്തയുമില്ലാതെ ആവലാതിയും വേവലാതിയും പരാതിയും പരിവട്ടവും നാവ് കൊണ്ടിങ്ങനെ ഗീർവാണം മുഴക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിസ്കാരം നമ്മുടെ ജീവിതഗന്ധിയായി മാറണം. ഇങ്ങനെ നമ്മൾ നിസ്കരിക്കണം. ഇങ്ങനെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണ്? ഇബാദത്തുകൾ അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ, മനസ്സിൽ മറ്റൊരു ചിന്തയുമില്ലാതെ അതെല്ലാം അന്യമാക്കി അള്ളാഹുന് മാത്രം അത് ഒഴിച്ചു നിർത്തി നമ്മൾ ഇബാദത്ത് ചെയ്യണം. അല്ലെങ്കിൽ ആ വാജിബുകൾ നമ്മൾ പ്രവർത്തിക്കണം. നാലാമത്തെ അവസ്ഥ സിദ്ഖുൽ ഇൻഖിയാദി ലഹാ ളഹറത്തിൽ ഹിക്മതു ഔ ലം തദ്ഹർ. ആ കൽപ്പനയോട്, ആ ഇബാദത്തിനോട്, അള്ളാഹുവിന്റെ കൽപ്പനയാണത്, അള്ളാഹു വാജിബാക്കിയതാണത്, അതിന് സമ്പൂർണമായി സത്യസന്ധമായി നീ കീഴൊതുങ്ങുന്നവനാകണം, വിധേയത്വം കാണിക്കാനാകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ബാഹ്യ പ്രേരണയോ അതല്ലെങ്കിൽ പാരമ്പര്യമായി, നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരും പാരമ്പര്യമായി സ്വീകരിച്ചു വരുന്നതാണല്ലോ നിസ്കാരം. എന്തൊഴിവാക്കിയാൽ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ലേ? ഈ രൂപത്തിലാണ് നമ്മൾ അതിനെ സമീപിക്കുന്നത്. 5 നേരത്തെ പള്ളി പോയില്ലെങ്കിൽ ജമാഅത്ത് പള്ളിയിലുണ്ടാവണം, റമളാൻ മാസത്തിൽ നോമ്പ് നോക്കണം, വന്ന് നിസ്കരിച്ചെങ്കിൽ തറാവീഹ് നിസ്കരിക്കണം. ഇങ്ങനത്തെ ജാതി ശാഖാപരവും അതല്ലെങ്കിൽ അപ്രധാനവും അപ്രസക്തവുമായ ചില കാര്യങ്ങൾ കൊണ്ട് ദീനിന്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരെ കാണാം. അല്ല, നീ പൂർണ്ണമായും അള്ളാഹുവിന്റെ കൽപ്പനകളോട് വിധേയത്വം കാണിക്കണം. നിനക്ക് തോന്നിയെടുത്ത് തോന്നിയതള്ളി ആളുകളെ സമ്മതപത്രം കിട്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് അതല്ലാത്തത് സൈഡാക്കി അരിക്കാക്കി അങ്ങനെയല്ല. അള്ളാഹു പറഞ്ഞ പോലെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ദീനിൽ ഇസ്ലാമിൽ പൂർണ്ണമായി നിങ്ങൾ പ്രവേശിക്കണം. സൈഡിൽ കൂടെ അല്ല, വക്കത്ത് നിന്നിട്ടല്ല, പൂർണ്ണമായി പ്രവേശിക്കണം. വീഴ്ചകൾ പറ്റും, അബദ്ധങ്ങൾ വീണ്ടെടുക്കണം, സർവശക്തിയും സംഭരിച്ച് തിരിച്ചു വരണം. ഇങ്ങനൊക്കെ മതി, ഇത്രയൊക്കെ മതി. കാലഘട്ടത്തിൽ ഇത് മതിയാവും. ഇതുകൊണ്ട് അവിടെ ബുക്കാ, അവിടെ റിസർവ്ഡാ. പണ്ടേ എനിക്ക് തൗഹീദുള്ള ആളാ ഞാൻ,
പാരമ്പര്യ ബോധവും അതുപോലെ തന്നെ തറവാടിന്റെ പെരുമയൊക്കെ നമ്മൾ മതിക്കും. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു? മൻ ബത്തഅ ബിഹി അമലു ലം യുസ്രി ബിഹി നസബു. ആരാണോ അമല് കൊണ്ട് പിന്നിലായത് അവന്റെ തറവാട് അവനെ മുന്നിലാക്കുകയില്ല. തറവാടും പാരമ്പര്യവും കുലമഹിമയും സർവീസും പറഞ്ഞ് അഫ ഹസിബ്തും അൻ തദ്ഖുൽ ജന്നത അബദ, കയ്യും വീശി അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഒരു അമലില്ലാതെ, പണിയെടുക്കാതെ, അധ്വാനിക്കാതെ സഹാബികളെ പോലെ ഉഹുദിലും ബദറിലും മരുഭൂമിയിലെ നട്ടുച്ച വെയിലത്തും ചോര നീരാക്കി ദാഹം വെടിഞ്ഞ് ദേഹം വെടിഞ്ഞ് അള്ളാഹുവിന്റെ ദീനിന്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടി ജീവത്യാഗം വരിച്ച നമ്മുടെ മുൻഗാമികൾ, ആകാശത്തിന് നക്ഷത്രം സുരക്ഷിതത്വമേകുന്നത് പോലെ ഉമ്മത്തിന് സുരക്ഷിതത്വം വിധിക്കുന്ന രക്ഷാകവചമായ സഹാബികൾ, അവരേഴയലത്ത് പോലും അമലുകൊണ്ടൊന്ന് ചിന്തിക്കാൻ വരെ നമ്മുടെ മനസ്സ് വെമ്പാതെ നമ്മളങ്ങ് വ്യാമോഹിക്കുകയാണ് സ്വർഗം നമുക്ക് റിസർവ്ഡ് ആണെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പൂർണമായി അള്ളാഹുവിന്റെ കൽപ്പനകളോട് നമ്മൾ വിധേയത്വം കാണിക്കണം. സത്യസന്ധമായി പറയാനും പൊലിപ്പിക്കാനും ജൽപ്പിക്കാനും എളുപ്പമാണ്. സത്യസന്ധമായി കൽബിൽ തൊട്ട് സാക്ഷ്യം പറയാൻ സാധിക്കണം. സ്വയം ഇതെനിക്ക് വേണ്ടി, എന്റെ പരലോകത്തിന് വേണ്ടി, എനിക്ക് സ്വർഗം കിട്ടാൻ. അതാണ് സിദ്ഖ്. ആരുടെ മുമ്പിലും എന്തും എങ്ങനെ നമുക്ക് പറയാനും അഭിനയിക്കാനും പ്രകടിപ്പിക്കാനും സാധിക്കും. അവിടെ ശൈഖ് പറയുന്നു, ലഹറത്തിൽ ഹിക്മത്തു ഔലം തൽഹർ. ആ ഇബാദത്തിന്റെ ആ കൽപ്പനയുടെ പിന്നിലുള്ള യുക്തി, രഹസ്യം, എന്തിനു ചെയ്യണം, എന്താണ് അതിന്റെ പിന്നിലുള്ള യുക്തി, എന്താണ് ലോജിക്, ഇത് നിനക്ക് അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി. യുസല്ലിമു തസ്ലീമ. അല്ലാഹു പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്ത് പറയാണ്, അവനെ തന്നെ. ഒരാളും മുഅ്മിനീങ്ങളാവുകയില്ല, പൂർണ്ണ ഈമാനുള്ളവരാകുകയില്ല. നബിയെ, അവർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിന്നിലേക്ക് വിധി മടക്കുന്നത് വരെ, റസൂലുള്ളാഹിന്റെ മരണശേഷം റസൂലുള്ള കാണിച്ചു തന്ന ദീനിലേക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ, ദീനിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണോ? പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുക പറയുന്നു, ദുനിയാവിലും ദീനിലും മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന എന്തു പ്രശ്നങ്ങൾക്കും പരിഹാരം ദീനാണ്. ദീനിന്റെ വിധിയിലേക്ക് കോടതിയല്ല, നമ്മുടെ നാട്ടിലെ നാട്ടുകൂട്ടല്ല, പഞ്ചായത്ത് രാജല്ല, ഗ്രാമസഭയല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ വിധി മസ്ലഹത്ത് പറച്ചിലല്ല, ദീനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. എന്നിട്ടോ മടങ്ങി വിധി സ്വീകരിച്ചു, ഇസ്ലാമിന്റെ വിധിയിലാണെന്ന് മനസ്സിലാക്കി, നീ അത് പ്രവർത്തിച്ചിട്ട് മനസ്സിലൊരു ചൊറിച്ചില്. സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത്. നബിയെ, താങ്കൾ വിധിച്ചതിൽ പിന്നെ അവർക്ക് പ്രയാസം ഉണ്ടാവണം മനസ്സിൽ, പാടില്ല. അവർ മുഅ്മിനീങ്ങളാകില്ല, മറിച്ച് വയുസല്ലിമു തസ്ലീമ. സമ്പൂർണമായി നിനക്കതിന്റെ രഹസ്യം ബോധ്യപ്പെട്ടാലും നിനക്കതിന് നഷ്ടം നേരിടേണ്ടി വന്നാലും ദീനിന്റെ വിധി മുറുകെ പിടിച്ച് നീ മരിക്കേണ്ടി വന്നാലും വയുസല്ലിമു തസ്ലീമ, സമ്പൂർണമായി അതിന് കീഴൊതുങ്ങണം. വേറെ ആയത്ത് ഏതാണ്? അയകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അതിന്റെ തുടക്കം എന്താണ്? വമാ കാന അതല്ല, അൽ ഖിയറത്തു മിൻ അംരിഹിം വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ. ഒരു മുഅ്മിനായ പുരുഷനോ സ്ത്രീക്കോ യോജിച്ചതല്ല. മുഅ്മിനാണെങ്കിൽ, മുഅ്മിനത്താണെങ്കിൽ, മുസ്ലിമായ ആണും പെണ്ണുമാണെന്ന് അഭിമാനബോധമുള്ളവരാണെങ്കിൽ അവർക്ക് യോജിച്ച പണിയല്ല. എന്ത്? അയ്യകൂന ലഹുമുൽ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ. അല്ലാഹും അവന്റെ റസൂലും ഒരു വിധി കൽപ്പിച്ചാൽ, ദീനിലൊരു കൽപ്പന അറിഞ്ഞാൽ, ഒരു വിലക്കറിഞ്ഞാൽ, ഇതാണ് ദീനെന്നറിഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. പിന്നെ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു അഭിപ്രായം, ദീൻ അങ്ങനെയൊക്കെ ആയിരിക്കും, അതവിടെ വെച്ചോളൂ, ഇവിടെ നടപ്പിലാവുള്ളൂ, നമുക്കിതേ പറ്റുള്ളൂ, ഞാനിത് അംഗീകരിക്കുള്ളൂ, എനിക്ക് നാടും വീടും സമൂഹം സ്റ്റാറ്റസും ഒക്കെ നോക്കണം. മുഅ്മിനാണോ മുഅ്മിനത്താണോ? പാടില്ല എന്നാണ്. അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അതുകൊണ്ട് സഹോദരങ്ങളെ, പൂർണ്ണമായി നമ്മൾ അതിന് കീഴൊതുങ്ങണം. അതിന്റെ ഹിക്മത്ത് അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി. എന്ത് കൽപ്പന, എന്ത് ദീനിൽ എന്ത് കാര്യം വന്നാലും ഇതായത്താണ്, ഹദീസാണ്, എന്താ ഇതിന്റെ ഹിക്മത്ത്, എന്താണ് ഇതിന്റെ ലോജിക്ക് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്.
ശാസ്ത്രം കണ്ടെത്തിയാലേ, ശാസ്ത്രം തെളിയിച്ചാലേ അവർക്ക് ദീൻ സ്ഥിരപ്പെടും. അതല്ലെങ്കിൽ ഭൗതികവാദികൾ അതിന് സമ്മതം നൽകിയാലേ, അതല്ലെങ്കിൽ സമൂഹം ഒന്നടങ്കം, അത് കുഴപ്പമില്ല. ഇത് അറിയപ്പെട്ട കാര്യമാണ്, ഇസ്ലാമിലെ വേണ്ട കാര്യമാണ്, കാലിക പ്രസക്തമാണ് എന്ന് സമൂഹം അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ലാത്ത, ഒരു ശാസ്ത്രത്തിന്റെ നാമ്പ് പോലും പിറവിയെടുക്കാത്ത, നൂറ്റാണ്ട് 14 മുമ്പ് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും എങ്ങനെ സ്വീകരിച്ചത്? അള്ളാഹും റസൂലും പറഞ്ഞെന്ന് കേട്ടാൽ സമിഅ്നാ വഅതഅ്നാ, കേട്ടു, അനുസരിച്ചു. കേട്ടു, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, മീറ്റിംഗ് കൂടി തീരുമാനിക്കട്ടെ, നേതാക്കളായിട്ട് ആലോചിക്കട്ടെ, അതല്ലെങ്കിൽ ഇത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടോ, സമൂഹം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്നും പരതട്ടെ എന്നവർ പറഞ്ഞിട്ടില്ല. അതിന്റെ ലോജിക്ക് അവർ തേടി. എന്താണ് ഹിക്മത്ത് എന്ന് അവർ അന്വേഷിച്ചിട്ടില്ല. സമിഅ്നാ വഅതഅ്നാ, കേട്ടു, അനുസരിച്ചു. കാരണം ഇത് ആരാ പറഞ്ഞത്? അവന്റെ നേതാവല്ല പറഞ്ഞത്, അവന്റെ ഓട്ടബുദ്ധിയിൽ ഉദിച്ച അവന്റെ ഗവേഷണ ത്വരയല്ല അവനോട് മന്ത്രിച്ചത്, റബ്ബാണ്, ആകാശഭൂമികളുടെ റബ്ബ്. അതുകൊണ്ട് ഞാൻ കേട്ടു, ഞാൻ അംഗീകരിച്ചു. എനിക്കതിന്റെ രഹസ്യം അറിയില്ലെങ്കിലും അറിഞ്ഞാലും ശരി, എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുഅ്മിനാണ്. ഇങ്ങനെ നമ്മൾ അതിന് കീഴൊതുങ്ങണം. ഇതാണ് 4 കാര്യം. മടിയോ അലസതയോ കാണിക്കാതെ അതിനെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ സ്വീകരിച്ച് ഖൽബിൽ ഏകാഗ്രതയോടെ അത് നിറവേറ്റി പൂർണ്ണമായും അതിലേക്ക് കീഴൊതുങ്ങി സത്യസന്ധമായി അതിന്റെ രഹസ്യം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അല്പകാര്യങ്ങൾ നമുക്ക് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം തുടരാം. അല്ലാഹു വലിയ തൗഫീഖ്. വസല്ലല്ലാഹു വസല്ലം വബാറക നബിയന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.